രണ്ടാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സാം നമ്പർ Kiss the sun while you are on the way. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ചിന്താവിഷയം Kiss the sun, പുത്രനെ ചുംബിക്കുക എന്നതാണ്. നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങൾക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ടെന്നുള്ള ദർശനം തന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങളെ കുറിച്ച് കരുതുന്ന ഒരു പുത്രനുള്ളത് കൊണ്ട് സ്തോത്രം. അത് ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണെന്നുള്ളത് കൊണ്ട് സ്തോത്രം. അങ്ങ് മഹാപുരോഹിതനാണെന്നുള്ളത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ പിതാവിങ്കൽ നിന്നും ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. ഈ ശക്തിയാൽ ഞങ്ങളെ നിറച്ചത് കൊണ്ട് സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങൾ ഇന്ന് രാത്രി സന്തോഷിച്ച് ആരാധിപ്പാൻ കൃപ ചെയ്യണമേ. ഞങ്ങളോട് സംസാരിക്കണമേ. തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും വിശേഷാൽ വിശിഷ്ടരായ പാസ്റ്റേഴ്സ്, ഞങ്ങളുടെ സഹപ്രവർത്തകരായ സുവിശേഷകന്മാർ, നാട്ടിൽ നിന്നും ഇന്ന് വന്നവർ തന്നെയുണ്ട്. എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് കേരളത്തിൽ ഒരുമിച്ച് പലപ്പോഴും ആയിരിക്കാൻ ഒക്കുന്നില്ല എന്നുള്ളൊരു ദുസ്ഥിതിയുണ്ട്. അത് മാറി കിട്ടിയതിലാണ് എനിക്ക് സന്തോഷം. ഇത്രയും വരെ ഒന്നിച്ച് കണ്ടതിലാണ് എനിക്ക് സന്തോഷം. അതുപോലെ തന്നെ വിശ്വാസികൾ, ഞാനൊരു യൂണിയൻ കൺവെൻഷൻ സ്പീക്കർ കൂടെയാണ്. ക്രിസ്തീയ ഐക്യതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ദൈവജനങ്ങൾ ഒരുമിച്ച് വരുന്നതിൽ അങ്ങേയറ്റം തൃപ്തിയും സന്തോഷവും. വിശ്വാസികൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇവിടിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്കെല്ലാം എൻ്റെ വന്ദനം. ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ മലയാളം അറിഞ്ഞുകൂടാത്ത കുട്ടികൾ കാണും. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇംഗ്ലീഷ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞോളാം. ഞാൻ സാഹിബായിട്ടല്ല, ഇംഗ്ലീഷ് അല്പമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ പറയാം. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം കിസ് ദ സൺ, പുത്രനെ ചുംബിക്കുക. ആര് പറഞ്ഞു എന്ന് നിങ്ങൾ ഒന്ന് തിരക്കണം. രണ്ടാം സങ്കീർത്തനത്തെ കുറിച്ച് പ്രസംഗം കേൾക്കാത്ത ആരും ഈ സദസ്സിലില്ല. മലയാള നാട്ടിലെ ഒരു പ്രത്യേകത, ഏതൊരു സഭായോഗത്തിലും ഒരു സങ്കീർത്തനമുണ്ട്. ആ സങ്കീർത്തനം അതിനകത്തെ ഏറ്റവും വലിയൊരു കാര്യപരിപാടിയാണ്. ഞാനിപ്പോൾ കുമ്പനാട് ഹെബ്രോൻ IPC ഹെബ്രോൻ ചർച്ചിന്റെ മെമ്പറാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ സങ്കീർത്തനം വായിക്കുന്നതും പ്രസന്റ് ചെയ്യുന്നതും ഒരു അൺയൂഷ്വൽ മാർഗത്തിലാണ്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അദ്ദേഹം സങ്കീർത്തനം സാധാരണ വായിച്ചിട്ട് അതിൽ നിന്നൊരു കമന്റ് പറയുന്ന സിസ്റ്റമല്ല. ആദ്യം പ്രസംഗം പറഞ്ഞ് ഒടുവിലാണ് സങ്കീർത്തനം വായിക്കുന്നത്. വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ആളുകൾക്ക് സന്തോഷിക്കുവാൻ നല്ല ഒരു പാഠമാണ് സങ്കീർത്തനം. സങ്കീർത്തനത്തിലെ രണ്ടാം ഭാഗം നമ്മുടെ ചിന്തയിൽ ഇന്ന് വരണം. വേദപുസ്തകമുള്ള എല്ലാവരും തുറന്നു വയ്ക്കണം. എന്നിട്ട് നമ്മൾ ധരിച്ചിരുന്ന ചില കാര്യങ്ങൾ മാറി കുറിക്കേണ്ടി വരുന്നതിൽ പരിഭവിക്കരുത്. മാറി കുറിച്ചോണം വേണമെങ്കിൽ. ആശയങ്ങൾക്ക് വ്യത്യാസം വരുത്തണം. ഞാൻ നമ്പർ ഓഫ് എക്സ്പോസിഷൻസ് ഫ്രം ഡിഫറെന്റ് സ്കോളേഴ്സ്, ഒരുപാട് പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ എൻ്റെ ലൈബ്രറിയിലുണ്ട്. ആയിക്കോട്ടെ, ബിഗ് ലൈബ്രറി വിച്ച് ഈസ് കോൾഡ് ബൈബിൾ റിസർച്ച് സെന്റർ ഇരവിപേരൂർ. ആ പുസ്തക സഞ്ചയം പരിശോധിച്ചിട്ട് എനിക്ക് ഒട്ടും പുകഴ്ച പറയല്ല, ക്ഷമിക്കണം, 26 ബൈബിൾ കമന്ററി സെറ്റുകളുണ്ട്, ഇൻക്ലൂഡിംഗ് ഇന്റർനാഷണൽ ക്രിട്ടിക്കൽ കമന്ററി ആൻഡ് ദ വേർഡ് ബിബ്ലിക്കൽ കമന്ററി ആൻഡ് മാത്യു ഹെൻറി, ആഡം ക്ലാർക്ക്, പുൾപിറ്റ് കമന്ററി ആൻഡ് സോ ഫോർത്ത്. ഇതെല്ലാം ഉണ്ട്. ഇവരുടെ എല്ലാം അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ചില ആശയങ്ങൾ നമ്മൾ നേരത്തെ ഗ്രഹിച്ചത് പൊളിച്ചെഴുതേണ്ടി വരുമ്പോൾ നമുക്ക് വിഷമം തോന്നരുത്. അങ്ങനെ ഏറ്റെടുത്ത് സന്തോഷിക്കണം. രണ്ടാം സങ്കീർത്തനം എന്ന് പറയുന്ന ഒരു മെസ്സാനിക് സാമാണ്, മശിഹൈക സങ്കീർത്തനമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ദ ക്ലൈമാക്സ് ഓഫ് ദ മെസ്സേജ് ഇസ് കൺസേണിംഗ് ദ സൺ. പുത്രൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും രക്തത്തിൽ
ഒരു ചലനം വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം അവിടെ നിന്ന് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അവിടെ നിന്ന് പറഞ്ഞത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ആരും ബന്ധിക്കാത്ത 2 കൈയാണ് നിങ്ങൾക്ക് കർത്താവ് ഇന്ന് രാത്രി തന്നിരിക്കുന്നത്. ആർക്കും നിങ്ങളെ ആക്രമിച്ച് അടിമപ്പെടുത്താൻ കഴിയാത്ത ഒരു സ്ട്രോങ് ഹാർട്ട് തന്നത് പുത്രനാണ്. അതിന്റെ മനസ്സിലുണ്ടായിരിക്കണം. സ്തോത്രം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ക്രിസ്റ്റോളജിയുടെ ഒരു സെക്ഷനാണ് സംസാരിച്ചത്. ക്രിസ്റ്റോളജിയുടെ വേറൊരു ഭാഗം പ്രസംഗിക്കുന്നതിനാണ് ദൈവാത്മാവ് ഇന്ന് പകൽ മുഴുവൻ എന്നെ ഉദ്യോഗിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 2-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് മെസ്സിയാനിക് സാം, മശിഹൈക സങ്കീർത്തനമാണ്. എനിക്ക് വളരെ അത്ഭുതം തോന്നി. 6 വർഷം മുമ്പേ ഞാൻ ഫ്രം ടെല്ലവീവിൽ ലാൻഡ് ചെയ്തിട്ട് ഇസ്രയേലിന്റെ പ്ലെയിനിലാണ് ഞാൻ പോയത്. അത് ചെയ്തിട്ട് അടുത്ത പ്ലെയിനിൽ കയറി ന്യൂയോർക്കിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഞാൻ ആ പ്ലെയിനിലേക്ക്, വലിയ എല്ലാൽ പ്ലെയിൻസ്, ബിഗ് പ്ലെയിൻ, അതിലോട്ട് കയറിയപ്പോൾ എന്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇരിക്കുന്നത് യഹൂദന്മാരാ. ഇവരുടെ ഇരിപ്പും വർത്തമാനവും എല്ലാം ശ്രദ്ധിച്ചിട്ട് ഞാൻ ചോദിച്ചു, വാട്ട് ലാംഗ്വേജ് യു ആർ സ്പീക്കിംഗ്? നിങ്ങൾ ഏത് ഭാഷയാ സംസാരിക്കുന്നത്? ഉടനെ ടൊറന്റോ കാനഡയ്ക്ക് പോകുന്ന ഒരു ലേഡി ഡോക്ടർ ഇൽപ്പെട്ട അവർ പെട്ടെന്ന് കയറി പറഞ്ഞു, don't you know that we are Jews and we are speaking Hebrew? Oh yes. ഞാൻ പറഞ്ഞു, എനിക്ക് എബ്രായ ഭാഷയിലെ 3-4 വാക്കറിയാം. എലോഹീം അറിയാം, അഡോണായി അറിയാം, പിന്നെ ജാഹ്വേ അറിയാം, യഹോവ ഇറേ എന്ന് പറയാൻ അറിയാം. ഇങ്ങനെ 3-4 പദങ്ങൾ എനിക്കറിയാം. അത്രേ ഞാൻ പഠിച്ചുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്രീഷിയേറ്റ് യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. അപ്പൊ അവർ വളരെ സന്തോഷമായി. ഞാൻ ഉടനെ ഒരു ചോദ്യം ചോദിച്ചു, ഇത്രയും പേരെ യഹൂദന്മാരെ കിട്ടിയതല്ലേ, അവരോട് മശിഹായെ കുറിച്ച് പറയാനുള്ള അവസരം എന്റെ മുമ്പിൽ ഇതാ തെളിഞ്ഞ് സ്ക്രീൻ വന്ന് വീണ് നിൽക്കുന്നു. സ്തോത്രം. ഞാൻ പതുക്കെ ഒരു ചോദ്യം ചോദിച്ചു, യു ആർ ദ പീപ്പിൾ ഓഫ് ദ മെസ്സായ? യെസ്. പെട്ടെന്ന് അവര്, ആ ലേഡിയാണ് ഇച്ചിരി വാഗ്മിയ, അവര് പെട്ടെന്ന് പറഞ്ഞു, യെസ് വി ആർ ദ പീപ്പിൾ ഓഫ് ദ മെസ്സായ. ഞാൻ പറഞ്ഞു, ഐ ടു, ഞാനും. ഉടനെ എന്നെ നോക്കി, ഈ ആകപ്പെടെ ഈ ചോക്ലേറ്റ് നിറം കണ്ടോണ്ട് എന്നെ അവർ തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ പറഞ്ഞു, ഐ ആം ഫ്രം ഇന്ത്യ, ഐ ആം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യക്കാരനാണെന്ന് പറയരുത്. ആരെവിടെ ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത് ഐ ആം എ സിറ്റിസൺ. ഇന്ത്യൻ എന്ന് പറയരുത്. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ റെഡ് ഇന്ത്യൻസ് ഉണ്ട്. അമേരിക്കയിൽ ചെന്ന് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ കളിയാക്കും ആളുകളെ. അങ്ങനെ പറയരുത്. ഐ ആം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ആം എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഓ ഓക്കെ ഓക്കെ, ദെൻ ഹൗ ഡു യു നോ അബൌട്ട് എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മശിഹയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു ഞാൻ. അതാണ് ചോദ്യം ചോദിക്കാൻ ഒരു അവസരം വന്നെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് യുവർ മെസ്സായ? ഉടനെ ആ ലേഡി പെട്ടെന്ന് പറഞ്ഞു, വി ആർ എക്സ്പെക്ടിങ് അവർ മെസ്സായ ടു റിട്ടേൺ അറ്റ് എനി ടൈം. ഞങ്ങളുടെ മശിഹ ഏത് സമയത്തും മടങ്ങി വരും, ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഞാൻ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവരെന്നെ നോക്കുന്നുണ്ട്, ഞാൻ ആരാന്നൊരു പിടി കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ഐ ആം ഓൾസോ എ മാൻ ഹു ബിലോങ്സ് ടു ദ മെസ്സായ എന്ന് പറഞ്ഞത് കൊണ്ട് അവർക്കൊരു സംശയമുണ്ട്, യഹൂദനായിരിക്കുമെന്ന്, കറുത്ത യഹൂദനായിരിക്കുമെന്നൊരു ധാരണയുണ്ട്. ഞാൻ പറഞ്ഞു, യുവർ ഒപ്പീനിയൻ and your expectation is the Messiah to return. Oh, ഞാൻ ചോദിച്ചു, yeah, that's a very good resolution, that's a very good idea, I agree. പക്ഷെ നിങ്ങളുടെ മശിഹ ഏത് സമയത്തും മടങ്ങി വരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടുന്ന് പോയത് കൊണ്ടല്ലേ എന്ന് ഞാൻ ചോദിച്ചു. സ്തോത്രം. അപ്പോഴത്തെ അവരുടെ ഹൃദയത്തിന്റെ ആ സ്പന്ദനം എനിക്ക് കാണാം. അവരങ്ങ് പസിൽഡായി. ഇവിടുന്ന് പോയതല്ലേ? No, we cannot speak more than that. ഞാൻ പറഞ്ഞു, I can speak. I believe in Messiah and I preach about Messiah. He is the Son of God and he is the Messiah who came here 2000 years ago
and was persecuted by your people and crucified him. നിങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ചു കളഞ്ഞ മശിഹ നസ്രയത്തുകാരനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോഴേക്ക് ഞങ്ങളുടെ പ്ലെയിൻ മാഡ്രിഡിന്റെ മുകളിലെത്തി. സ്വോത്രം. സ്പെയിനിന്റെ നേരെ മുകളിൽ ചെല്ലുമ്പോൾ ഞാൻ സ്പെയിൻ പട്ടണം മാഡ്രിഡ് പട്ടണം കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. എന്റെ ആയുസ് മറക്കയില്ല. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു, അടുത്തൊരു ചോദ്യം അവരോട് ചോദിച്ചു. So you are expecting your Messiah to return at any time. Then എനിക്കൊരു സംശയം. ഓക്കെ, സംശയം പറയാം. ഒരു 8-10 പേരെ എന്നെ ശ്രദ്ധിക്കാറായി. ഒരു ചെറിയ പരസ്യവും കിട്ടുകയാണ്. ഞാൻ ഉടനെ പറഞ്ഞു, നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങളുടെ പ്രവാചകനായ ദാനിയേൽ എഴുതി വെച്ചിരിക്കുന്നു 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ മശിഹ ഛേദിക്കപ്പെടും. After 302 weeks, along with the 7 weeks, ആദ്യത്തെ 7 ആഴ്ചവട്ടവും 302 weeks എന്ന് പറഞ്ഞാൽ 62 ആഴ്ചവട്ടവും കൂടെ ചേരുമ്പോൾ 69 ആഴ്ചവട്ടമാകും. അത് കഴിയുമ്പോൾ shall Messiah be cut off. അഭിഷിക്തൻ മശിഹ ഛേദിക്കപ്പെടും. Not for himself, but not for himself എന്നുള്ള പ്രയോഗം നിങ്ങളുടെ ദാനിയേൽ എഴുതി വെച്ചിരിക്കുന്നല്ലോ. നിങ്ങളുടെ മശിഹ എപ്പോഴാ ഛേദിക്കപ്പെട്ടത്? കണ്ണു നിറഞ്ഞു. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. അവിടെ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. ഞാൻ കൃതാർത്ഥനുമായി. സ്വോത്രം. പിന്നെ എന്ത് ചെയ്താൽ അവർ ഒറ്റ വാക്ക് പറയില്ല. കാരണം അവർക്ക് തോന്നി എല്ലാത്തിനെയും താഴെ ഇറക്കി ബാബോദിസ കൊടുക്കുമെന്ന് തോന്നി. അവർ ഭയന്നതാണ് എന്റെ അഭിപ്രായം. ദൈവമക്കൾ ഓർത്തിരിക്കണം, നിങ്ങളുടെയും എന്റെയും മനസ്സിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള കൺവിക്ഷൻ എന്ന് പറയുന്നത് ചൂടേറിയ അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ ഉള്ളതായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. അതാണ് പൗലോസ് പറഞ്ഞ, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നുവെന്ന്. ഇന്ന് രാത്രി യേശുവിന്റെ ആ നല്ല ചൂടടയാളം എല്ലാവരുടെ ശരീരത്തിൽ ഒന്ന് വന്ന് കണ്ടാക്കൊള്ളാം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഈ അനുഗ്രഹ സമൃദ്ധിയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങളെ 2-ാം സങ്കീർത്തനത്തിന്റെ അനാലിസിസ് ഞാനൊന്ന് പറയട്ടെ. 12 വാക്യമുള്ള 2-ാം സങ്കീർത്തനത്തിൽ യു ക്യാൻ ഡിവൈഡ് ദാറ്റ് 1 psalm, 2nd psalm into 4 parts. 4 ശബ്ദങ്ങൾ അതിനകത്ത് മുഴങ്ങുകയാണ്. 4 ശബ്ദം മുഴങ്ങുന്നത് കൊണ്ട് 3 വാക്യങ്ങൾ ഒരു ഗ്രൂപ്പാ, അടുത്ത 3 വാക്യങ്ങൾ വേറൊരു ഗ്രൂപ്പാ, അടുത്ത 3 വാക്യങ്ങൾ വേറൊരു ഗ്രൂപ്പാ, അടുത്ത 3 വാക്യങ്ങൾ ഒടുവിലത്തെ ഗ്രൂപ്പാണ്. 4ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ് നമ്മൾ വായിച്ചത്. Kiss the son lest he be angry and he perish on the way. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ ആരെ ചുംബിക്കണം? പുത്രരെ ചുംബിക്കണം. സ്തോത്രം. പുത്രരെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അകത്തൊരു തീ കത്തിയതുപോലെ വന്നു ദൈവമക്കൾക്ക്. കർത്താവ് ഒരിക്കലേ മശീഹയ്ക്ക് പ്രവചനങ്ങളുടെ ഭാഗങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പകർത്തി അങ്ങോട്ട് 2 ശിഷ്യന്മാർക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാന ഭാഗത്ത് അവരെ തമ്പുരാൻ അവസാന ഭാഗത്ത് അവർ പറഞ്ഞ വാക്കോർക്കുന്നു, അവൻ നമ്മോട് വഴിയിൽ വെച്ച് തിരുവെഴുത്തുകളെ തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ, ഇന്ന് രാത്രിയിലെ ഈ ഹാളിൽ ഇരിക്കുന്ന വിശുദ്ധന്മാരുടെ ഉള്ളിൽ ഹൃദയത്തിൽ ചൂട് പിടിച്ച് കത്തണം. അതിനു വേണ്ടിയാണ്. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ അങ്ങനെ ഒരു അനുഭവത്തിൽ പാടിയ 45-ാം സങ്കീർത്തനം ഓർക്കുന്നു. ദ ബ്യൂട്ടി ഓഫ് ദ കിങ് ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ദ ക്വീൻ. 45-ാം സങ്കീർത്തനം നമ്മളെ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ വായിപ്പിക്കുന്നത് 45-ാം സങ്കീർത്തനമാണ്. അതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് ദ ബ്യൂട്ടി ഓഫ് ദ കിങ്, രാജാവിന്റെ സൗന്ദര്യം. അടുത്തത് രാജ്ഞിയുടെ സൗന്ദര്യമാണ്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക എന്ന് പറയുന്ന മഹത്തായ ആ ചമൽക്കാര സാഹിത്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. ആരംഭിക്കുന്നത് എന്റെ ഹൃദയം, മറന്നുപോയി, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എന്റെ നാവ് സമർത്ഥനായ സ്തോത്രം, 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 പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ യേശു എന്ന പുത്രനിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ
ആ പുത്രനെ കിസ് ചെയ്യുന്നതിനുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് ഈ സങ്കീർത്തനം ഒന്ന് ഗ്രഹിക്കണം. ഗ്രഹിച്ച് മേക്ക് an annotation to the psalm, then you will realize what is our topic, what it means to me എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സങ്കീർത്തനം വായിച്ചു നോക്കിയാൽ എന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിലെ ശബ്ദം the voice of the nations are. ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ശബ്ദമാണ്. ഞാൻ ഈ മെസ്സേജ് 15 വർഷം മുമ്പേ UNOയിൽ ന്യൂയോർക്കിലെ UN ബിൽഡിങ്ങിനകത്തുള്ള പ്രയർ ഹാളുണ്ട്. എല്ലാ രാഷ്ട്രക്കാർക്കും എല്ലാ മതക്കാർക്കും ഒരുമിച്ച് വന്നിരുന്നത് പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലമാണത്. അവിടെ നടന്ന സിസ്റ്റർ മോളി അവിടുത്തെ ഒരു SI ആണ്, സെക്യൂരിറ്റിയിലെ ഒരു ഓഫീസറാണ്. കർത്താവിന്റെ ദാസി അതിനുള്ള അവസരം എനിക്ക് എന്റെ കൂടെ വന്നവർ കൂടെ തന്നു. ഞാൻ അവിടെ പ്രസംഗിച്ചത് ഇതേ സങ്കീർത്തന ഭാഗമാണ്. അത് ഞാൻ പറഞ്ഞു, ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധികളായി ഇരിക്കുന്നത് നിങ്ങൾ ഓർമ്മയിരിക്കണം. ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടെ എന്താ ചെയ്യുന്നെന്ന് ആദ്യത്തെ 3 വാക്യം ഒന്ന് വായിച്ചേ പ്ലീസ്. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. മതി, അത്രയും വരെ പറയുന്നത് വോയിസ് ഓഫ് ദ നേഷൻസ് ആ. ലോകരാഷ്ട്രങ്ങളുടെ ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. അതിന്റെ മുകളിലത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ലോകരാഷ്ട്രങ്ങൾ പാസാക്കുന്ന റെസല്യൂഷന്റെ തനി കോപ്പിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം. അത് ഞാൻ UNOയിൽ പറഞ്ഞത് എന്റെ ആയുസിലെ ഏറ്റവും വലിയൊരു സന്ദർഭമായിരുന്നു. I was very happy and I was satisfied to speak such a group of people at that day, on that day. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടെ തീരുമാനിക്കുന്ന 2 കാര്യമാ. ഒന്ന്, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. അവരുടെ ആലോചന എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ഭാഷയിൽ കൊടുത്തിരിക്കുന്ന സിമ്പൽ, സിഗ്നൽ, ആ സൈൻ എന്താണെന്ന് നോക്കിക്കാട്ടെ. എന്താ കൊടുത്തിരിക്കുന്നത്? 2 കുത്തുകളാ. കോളൻ, ഒരു കോളനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ കോളൻ? നോക്കണം. അടുത്ത വാക്യം വായിച്ചിട്ട് അടുത്തത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. ആരുടെ കയറ്, ആരുടെ കെട്ട്, ആര് പൊട്ടിക്കുന്നു, എറിയുന്നു? ഒന്ന് പറയാമോ? അവിടെയാണ് നിങ്ങൾ ഇപ്പൊ ആകപ്പാടെ അല്പസമയം ചിന്തിക്കുന്നത്. അവിടെയാ നമ്മൾ ഒത്തിരി പ്രാവശ്യം കെട്ട് പൊട്ടിക്കുകയും കയറെറിയുകയും ചെയ്ത് കഴിഞ്ഞു. നമ്മളെ പൊട്ടിക്കുന്ന പൊട്ടിയിലല്ല അത്. ദാറ്റ് ഈസ് സംതിങ് എൽസ്. ഓക്കെ, നാം ആരുടെ കെട്ടുകളെ? യഹോവയുടെയും തന്റെ അഭിഷിക്തനായ മശിഹായുടെയും നിയമത്തിന്റെ കുരുക്കുകളെ പൊട്ടിച്ചെറിയുവാൻ ലോകരാഷ്ട്രങ്ങൾ തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. മനസ്സിലായെങ്കിൽ സ്തോത്രം വന്നേ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, പുരാഴ്ചി തലൈവി ഓർഡർ ഇട്ടത് ഏതെങ്കിലും ഒരു വ്യക്തി മതം മാറിയാൽ 4 ലക്ഷം രൂപ ഫൈൻ അടിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണമെന്ന്. പക്ഷെ അവർ തൊട്ടത് ആരെയാണെന്ന് മനസ്സിലായോ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ തമ്പുരാനെതിരെയാണ് തീരുമാനമെടുത്തത്. ഹല്ലേലൂയ. റഷ്യയിൽ ദൈവത്തെ തള്ളി പറയുന്ന സംസ്കാരം, മാർക്സിസം വന്ന സമയത്ത് തന്നെ റഷ്യയിൽ വന്നു. അവരുടെ ചന്ദ്രനിൽ പോയ ആളുകൾ മടങ്ങി, യൂറി ഗഗാറിൻ പോയി മടങ്ങി വന്നപ്പോൾ റഷ്യയുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് അവരുടെ പാർലമെന്റിൽ കേട്ടത്, we sent our people to the space, they have never seen God over there. ഞങ്ങൾ ദൈവത്തെ അവിടെ കണ്ടില്ല. സ്തോത്രം.
Praise the Lord. ദൈവത്തെ നിഷേധിക്കുന്ന ഒരു സംസ്കാരമായിട്ട് മാറിയിരിക്കുക. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കോൺഗ്രസ് ഭരണമെന്ന് ഒലഞ്ഞിട്ട് പിന്നെയും പിടിച്ചു നിൽക്കുക. ഞങ്ങളുടെ ഉമ്മൻചാണ്ടി സാറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ MLA ഓർമ്മയിരിക്കണം വന്നിരിക്കുന്നത്. അതിനു മുമ്പിരുന്ന മഹാൻ നല്ല മനുഷ്യനാണെങ്കിലും ഒന്നില്ല, ദൈവമില്ല. സ്തോത്രം. ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി പറ്റിയത് എന്താണെന്ന്. ഇനി വരുന്നേ ഉള്ളൂ. ഇവിടെ കൊണ്ട് കഥ തീരുകയില്ല. ഇല്ലെന്ന് പറഞ്ഞ ആളിന്റെ മുമ്പിൽ നേരെ വന്ന് നിൽക്കുമ്പോഴത്തെ സങ്കടം ഒന്ന് ഓർത്തു നോക്കിയേ. അയ്യോ സ്തോത്രം. കർത്താവിനെ കുറിച്ച് പൗലോസിന്റെ ദർശനം ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും, ഒന്ന് പറഞ്ഞാട്ടെ, ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുന്ന ദിവസങ്ങൾ അടുത്തു. നമ്മുടെ കൈകളെ ഹല്ലേലൂയ പറഞ്ഞാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തിനാ പറഞ്ഞത്? ആദ്യത്തെ സഭയെ ഉപദ്രവിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയ സൻഹെദ്രിൻ സംഘം അവർ മാത്രമല്ല കൈകയറി കടത്തിയത്, ആ കൂടെ ഹെരോദാവും പീലാത്തോസും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചു വന്ന ജാതികളും അതിനോടനുബന്ധിച്ചു വന്ന യഹൂദ പണ്ഡിതന്മാരും ഒന്നിച്ചു ചേർന്ന് യെരുശലേമിൽ സഭയെ മിണ്ടടക്കുവാൻ പരിശ്രമിച്ചപ്പോൾ ഈ സങ്കീർത്തനം ഏറ്റുചൊല്ലിയത് നിങ്ങൾ ഓർക്കുമായിരിക്കും. കർത്താവേ നോക്കണമേ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് എന്ന് വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പത്രോസിന്റെ പ്രഭാഷണം നടന്നത്. ദൈവമക്കൾ അല്പസമയം ഓർക്കണം. ആർക്കും വേണ്ടാതെ തള്ളിക്കളയുന്ന ഒരു മതത്തിൽ നിങ്ങളായിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. ഹല്ലേലൂയ. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്ക് പറയാനുള്ള വിഷയത്തിൽ ഞാൻ കടന്നു വരികയാണ്. ലോകരാഷ്ട്രങ്ങളുടെ ശബ്ദം, ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ഗോഡ് ആൻഡ് ഹിസ് സൺ. ദൈവത്തിനും തന്റെ അഭിഷിക്തനും വിരോധമായുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പദ്ധതി. ആ പദ്ധതിയാണ് ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ദൈവം ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യമായിട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടു. ഏദൻ തോട്ടം കണ്ടുപിടിക്കപ്പെട്ടിട്ട് 40-ൽ പരം വർഷമായി. ഏദൻ തോട്ടം വീണ്ടും റിപ്പയർ ചെയ്ത് കെട്ടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തറവാട്ട് വീട് ക്രമത്തിലായി. സ്തോത്രം. ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏദൻ തോട്ടം എന്ന് പറഞ്ഞ് ചുമ്മാതെ ചെങ്ങന്നൂക്കിടെ ഒന്ന് നടന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഏത് മതസ്ഥനും ഭയപ്പെടും ഈ പുസ്തകത്തിന്റെ മുമ്പിൽ. ആകാശം ഓടി മറയും, ഭൂമി ഓടി മാറും, മാറാത്ത ഒന്നുണ്ടെങ്കിൽ ദൈവവചനമാണ്. അത് കയ്യിലുള്ളവരൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുപോലെ തന്നെ ബോൾഷെവിക് വിപ്ലവം നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഒരു വൈമാനികൻ തന്റെ പ്ലെയിൻ മൗണ്ട് അറാറാത്ത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അർമീനിയൻ ഏരിയ ആണ് റഷ്യയുടെ ബൗണ്ടറിക്കുള്ളിൽ, അതിന്റെ മുകളിൽ കൂടെ ഒരു വൈമാനികൻ പ്ലെയിൻ പറപ്പിച്ചു പോകുമ്പോൾ വലിയ ഒരു തടി കൊണ്ടുള്ള തല്ലിക്കൂട്ടിയ ഒരു കോർണർ അദ്ദേഹത്തിന്റെ ദൂരദർശിനിക്കകത്തൂടെ കണ്ടു. മഞ്ഞുകട്ടയുടെ അകത്ത് മഞ്ഞുകട്ട ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സീസൺ, ഹോട്ട് സീസൺ. അദ്ദേഹം നോക്കിയപ്പോൾ വലിയൊരു സ്ട്രക്ചർ പണിതതിന്റെ കോണ തല്ലിക്കൂട്ടിയ ഭാഗം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. താണ് പടമെടുത്തു. അതിന് ശേഷം ഈ റിപ്പോർട്ട് പാർലമെന്റിൽ ചെന്നപ്പോൾ റഷ്യൻ ബോൾഷെവിക് വിപ്ലവം നടക്കുന്ന സമയമായിരുന്നത് കൊണ്ട് ഡു നോട്ട് പബ്ലിഷ് ദാറ്റ്, അത് മിണ്ടരുത് എന്ന് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി നോഹയുടെ പെട്ടകമാണത്. സ്തോത്രം. ദൈവങ്ങളെ, അതിന്റെ ഒരു കഷണം കിട്ടിയാൽ മതി എനിക്ക്. അതിന്റെ ഒരു കൊച്ചു കഷണം കിട്ടിയാൽ അത് പിടിച്ചോണ്ട് തിരുനക്കര കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഭ്രാന്തനെ പോലെ നടക്കും. പെട്ടകം നോഹ, പെട്ടകം നോഹ, ഇത്രയും പറഞ്ഞ് നടന്നാൽ മതി. മാനസാന്തരപ്പെടുക ആളുകൾ. സ്തോത്രം. വിഷയം മനസ്സിലായോ? ഈ പുസ്തകത്തിന്റെ വള്ളി പുള്ളി ശരിയാണെന്ന് ലോകം ഒരുപോലെ സമ്മതിക്കുന്ന ദിവസങ്ങൾ അടുത്തുവെന്ന് ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ പ്രബുദ്ധരായി ദൈവകുഞ്ഞാടിനെ ചുംബിക്കണം. ദൈവകുഞ്ഞാടിനെ ചുംബിക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും ഞാൻ എന്റെ സബ്ജക്റ്റിലോട്ടൊന്ന് വരട്ടെ. ദൈവമക്കളെ,
ലോക രാഷ്ട്രങ്ങളുടെ ശബ്ദം മുഴങ്ങി നിൽക്കുന്ന സമയമാണ്. റഷ്യയിലും ചൈനയിലും ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും ജപ്പാനിലും അതെ അമേരിക്കയിൽ പോലും ദൈവവിരുദ്ധ ശബ്ദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. മറന്നുപോകരുത്. അങ്ങനെ ഇരിക്കുന്ന അടുത്ത ശബ്ദം ആരുടെയാണെന്ന് വായിച്ചത് 4-ാം വാക്യം, 4th verse. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. എന്റെ ദൈവമേ, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കും. യഹോവ. ഓക്കെ, വായിക്കാം. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും. സ്വർഗത്തിൽ വസിക്കുന്ന തമ്പുരാൻ ചിരിക്കുന്നു, പരിഹസിക്കുന്നു, കോപത്തോട് അവരോട് അരുളിച്ചെയ്യും. അടുത്ത ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ദൈവമക്കൾ ഞാൻ നോക്കട്ടെ, ഈ പറയുന്ന ശബ്ദം ആരുടേതാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളാരും രാജാവിനെ വാഴിച്ച കഥയല്ല. സ്വർഗത്തിൽ വസിക്കുന്ന പിതാവായ ദൈവത്തിന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ എഴുതിയ കമന്ററിക്കകത്ത് ദിസ് ഈസ് മൈ ബിലവഡ് സൺ ഇൻ ഹും ഐ ആം വെൽ പ്ലീസ്ഡ്. ഇവൻ എന്റെ യേശുക്രിസ്തു സ്നാനക്കടവിലോട്ട് ഇറങ്ങി സ്നാനപ്പെട്ട് കരയ്ക്കോട്ട് കയറുമ്പോൾ കത്തോലിക്ക വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുക എങ്ങനെ അറിയാമോ? ഈശോ മശിഹ വെള്ളത്തിൽ നിന്നും പൊങ്ങി വന്നപ്പെടുന്ന സ്തോത്രം. നമ്മളൊക്കെ മുങ്ങുക ചെയ്തല്ലേ ദൈവദാസൻ? പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ മുങ്ങുക ചെയ്തത് ഈശോ മശിഹ ചെയ്ത അതേ പാറ്റേണിൽ പെട്ടവരാണ് നമ്മള്. അഭിമാനത്തോടെ ഇരുന്നോണം. സ്തോത്രം. മുങ്ങിവെച്ച് പിന്മാറ്റത്തിൽ പോകല്ലേ. രണ്ടാമത് ക്രൂശിക്കാൻ ഇട കൊടുക്കരുത്. കുറെ പേര് യേശുവിനെ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ക്രൂശിച്ചു കഴിഞ്ഞു. ഇനി അവർ വേണ്ടി വന്നാൽ ക്രൂശിക്കും. അതിന് തയ്യാറായിരിക്കുക. അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളും ഞാനും ഏകാഗ്രതയോടെ പുത്രനെ ചുംബിക്കുന്നവരായിട്ട് നിൽപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഗോഡ് ദ ഫാദർ സ്പീക്സ്. പിതാവായ ദൈവത്തിന്റെ ശബ്ദമാണ്. കർത്താവ് അവരെ പരിഹസിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം ഭൂമിക്ക് നേരെ സംസാരിക്കുന്ന ശക്തമായ ഭാഷയാണ് നമ്മുടെ രണ്ടാമത്. ഒന്നുകൂടെ വായിച്ചേ വാക്യം, 4-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളിച്ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. അടുത്ത് എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങളെല്ലാം ദൈവത്തിനും മശിഹായ്ക്കും വിരോധമായി ശബ്ദിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ക്ലൈമാക്സ് എന്താണ് പറയുന്നത്? ഞാൻ എന്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് മനസ്സിലായോ? സ്നാനക്കടവിൽ ഇറങ്ങിയപ്പോൾ പുത്രനെ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്. മറുവമലയിൽ പുത്രനെ പിതാവ് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ടോ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവന് സ്തോത്രം. ഉപദേശിമാരൊക്കെ അത് പറയണം. 10 പേരോട് പറയണം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവന് ചെവി കൊടുക്കുവീൻ എന്ന് പിതാവ് പറയുന്ന ശബ്ദമാണ്. ഇവിടെ പുത്രനെ കുറിച്ച് പിതാവിന്റെ ശബ്ദം ശ്രദ്ധിക്കണം. ഒരു ട്രിനിറ്റി ഉണ്ടെന്നുള്ള വിവരം നല്ലപോലെ തലയിൽ കയറണം എല്ലാവരുടെയും തലയിൽ. സ്തോത്രം. ഗോഡ് ഈസ് എ ട്രയൂൺ ഗോഡ്. ഓർമ്മയിരിക്കണം. യേശുനാമത്തിൽ അല്ല സ്നാനപ്പെടേണ്ടത്. ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്നാനപ്പെടാത്തവർ വന്നാൽ ഞങ്ങൾ പിന്നെയും കൊണ്ടുപോയി മുക്കും. ഒരു രക്ഷയില്ല. സ്തോത്രം. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ വേറെ ഒരു ഗ്രൂപ്പുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് LNG വൈറ്റ് ദൈവത്തിന്റെ പ്രവാചകിയാണെന്നുകൂടെ പറഞ്ഞെങ്കിലേ സ്നാനം ഒക്കുള്ളൂ. അതാണ് സെവന്ത് ഡേ അഡ്വന്റിസം. നിങ്ങൾക്ക് മനസ്സിലായി കാണും. കണ്ടോ? ദൈവം എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ടെന്ന് ഡെഫിനറ്റ് ആയിട്ടൊരു വിശ്വാസി മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. സിസ്റ്റമാറ്റിക് തിയോളജി പഠിക്കുന്നവർക്കറിയാം ഹൗ ഇമ്പോർട്ടന്റ് ടു നോ ദ ഹോളി ട്രിനിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ തൃത്വം എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയെ ബലപ്പെടുത്തുന്ന ആശയമാണ്. ഇവിടെ പിതാവ് പറയുന്നത് ഞാൻ എന്റെ രാജാവിനെ, ഞാൻ ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു എന്ന്. സ്തോത്രം. പുത്രനെ അടുത്ത നോക്കിയുടെ അടുത്ത വാക്യം
ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. 6-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. അടുത്ത്, ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. അടുത്ത്, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ദൈവമക്കളെ, ഇതാരുടെ ശബ്ദമാണെന്ന് മനസ്സിലായ എത്ര പേരുണ്ട്? ഇതാരുടെ ശബ്ദമാ? This is the voice of the Son of God. ദൈവപുത്രന്റെ ശബ്ദമാണ്. ആ ഭാഗം ഒന്ന് നോക്കട്ടെ. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. I will declare a decree. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. അടുത്ത്, യഹോവ എന്നോട് അരുളി ചെയ്തത്, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, thou art my son. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് പറയാമോ? പിതാവ് പുത്രനോട് പറയാണ്, ടുഡേ ഐ ഹാവ് ബിഗോട്ടൻ thee. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അർത്ഥം പറയാമോ? പബ്ലിക് സ്ഥലത്ത് ചോദ്യോത്തര സമയമല്ല. ഞാൻ അതിലേക്ക് പോകുവാനല്ല. നിങ്ങളുടെ മനസ്സിൽ ആ വലിയ ചോദ്യം വന്നിട്ട് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുവാൻ ചോദിച്ചതാണ്. അതാണ് ഞങ്ങളുടെ ഹോമിലറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. നീ അല്ലേ, യഹോവ എന്നോട്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം പിടികിട്ടണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 32-ാം വാക്യം വായിക്കണം. ഒന്ന് വായിച്ചാട്ടെ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 32. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം, ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അടുത്ത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 2-ാം സങ്കീർത്തനത്തിൽ നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് എഴുതിയാതതിന്റെ അർത്ഥം എന്താ? അറിയാവുന്നവർ പറഞ്ഞാട്ടെ. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് യേശുക്രിസ്തുവിന്റെ പുത്രത്വം എന്ന് പറയുന്നതിനെ കുറിച്ച് നല്ലവണ്ണം ഗ്രഹിക്കണം. ഇല്ലെങ്കിൽ വളരെ അപകടങ്ങളുണ്ട്. നല്ലവണ്ണം ഗ്രഹിക്കണം. ഒന്ന് കുറിക്കുന്നതിന് എനിക്ക് വിരോധമില്ല. ഒന്ന്, ആദ്യജാതൻ എന്നൊരു പ്രയോഗമുണ്ട്. 2, ഏകജാതൻ എന്നൊരു പ്രയോഗമുണ്ട്. ഏകജാതൻ, ആദ്യജാതൻ, 2 പ്രയോഗങ്ങളിലാണ് യേശുക്രിസ്തുവിന്റെ പുത്രത്വം സമാഹരിച്ചിരിക്കുന്നത്. ഇത് രണ്ടും 2 കാര്യമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ വല്ലതൊക്കെ എഴുന്നള്ളിക്കും, ശല്യം എല്ലാം ഉണ്ടാക്കും. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ആദ്യജാതൻ എന്ന വാക്കിന്റെ അർത്ഥം മരിച്ചവരിൽ ആദ്യനായിട്ട് ഉയർത്തെഴുന്നേറ്റത്. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. വെളിപ്പാട് 1:4. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും. അതാരാ ഇത്? ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ ആരാ? ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചേ. വലിയ ഉണർവ് പ്രസംഗം അല്ലെന്ന് പറഞ്ഞു പിടിപ്പിക്കരുത്. നിങ്ങൾ ഉണരാൻ പോവുകയാണ്. ശരിക്കും ഉണരും. എനിക്ക് ആ ദർശനമുണ്ട്. ആ ദർശനത്തോടെ വിവരഭാഗത്ത് കയറി ചുടന്നെങ്കിലേ ഉണർവ് നിൽക്കുള്ളൂ. അല്ലെ പഞ്ഞിക്കൊട്ടയ്ക്ക് തീ പിടിക്കുന്നത് പോലെ ഇരിക്കും. ഒരു തീ തീർന്നു. കെടാത്ത തീയുള്ള വിശുദ്ധന്മാരെയാണ് ദൈവത്തിന് വേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ വാക്യം മനസ്സിലായ എത്ര പേരുണ്ട്? ആ വാക്യം നോക്കട്ടെ, എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ഇരിക്കുന്നവനും ഇരുന്നവനും. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കണമെന്ന് I exhort you to read the King James version hereafter. മറ്റതൊക്കെ ഇരുന്നോട്ടെ, ഗുഡ് ന്യൂസ് ഇരുന്നോട്ടെ, ഗുഡ് ന്യൂസ് ബൈബിൾ ഇരുന്നോട്ടെ, റിവൈസ്ഡ് വേർഷൻ ഇരുന്നോട്ടെ, കാത്തലിക് ഡൗവേ ട്രാൻസ്ലേഷൻ ഇരുന്നോട്ടെ. അതെ, എല്ലാവരുടെ കനിമൂസ മാണിക്കത്തനാരുടെ ബൈബിൾ ഇരുന്നോട്ടെ, സെപ്റ്റുവജന്റ് ഇരുന്നോട്ടെ, RV ഇരുന്നോട്ടെ, RSV ഇരുന്നോട്ടെ, NIV ഇരുന്നോട്ടെ. താങ്ക് യു. ഇതെല്ലാം ഇരുന്നോട്ടെ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ കിങ് ജെയിംസ് വേണം. which was and which is to come. അതാ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ.
ആയിരിക്കുന്നവനും ആയിരിക്കുന്നവനും ആയിരുന്നവനും ആയിരിക്കേണ്ടുന്നവനും എന്നതിന്റെ അർത്ഥം. അത് പുത്രനല്ല, പിതാവാ. സ്തോത്രം. അടുത്ത വാക്യം നോക്കിയട്ടെ. അടുത്ത് ഇരിക്കുന്നവനും ഇരുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അത് ബുദ്ധിമുട്ടില്ല. 7 ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ഇൻ ഇറ്റ്സ് പെർഫെക്ഷൻ, പരിശുദ്ധാത്മാവ് അതിന്റെ പരിപൂർത്തിയിൽ നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് 7 ആത്മാക്കൾ എന്ന പ്രയോഗം. അടുത്ത് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തു. ദൈവമക്കൾക്ക് മനസ്സിലായോ ആരാണ് ആദ്യജാതൻ? ആരാണ് ആദ്യജാതൻ? മരിച്ചവരിൽ ആദ്യം ജനിച്ചവൻ. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂവി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ, നമ്മെ സ്നേഹിച്ചവൻ, തിരുച്ചോരയിൽ കഴുകി നമ്മെ എല്ലാം ശുദ്ധീകരിച്ച വിശ്വസ്ത സാക്ഷിയെ നിനച്ചു സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ. നമ്മ 2-3 പാട്ടുകൂടെ പാടിയപ്പോ ഞാൻ ആഹ്ലാദിച്ച് സന്തോഷിച്ചു. ചില ക്വയറിനെ വിളിച്ച കുഴച്ചു കളയും മുഴുവനും. ഈയിടെ കേരളത്തിലൊരു പാട്ടുണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചോ? അത് പാടിയാൽ നിങ്ങൾക്ക് എതിരായിട്ട് ഞാൻ പ്രസവിക്കും. എഫ്രയീമേ നീ എന്റെ വത്സലപുത്രൻ, ആ പൊന്നോമന കുട്ടൻ നീ ഠും ഠുടും ഠുടും. അത് പാടാത്ത വിശുദ്ധന്മാരായി ഇവരെ. ദൈവം അവരെ അനുഗ്രഹിക്കരുത്. ഇത്രയും നേരം ഞാൻ ആസ്വദിച്ചോ. അത് 18 വയസ്സ് 20 വയസ്സുള്ള ലേഡീസ് നിന്ന് പാടിയാത്ത അതിനകത്തുള്ള ആ പാരഡോക്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എഫ്രയീമേ നീ എന്റെ വത്സലപുത്രൻ. ഓ, പാട്ട് പാടുകയാണെങ്കിൽ പാടിയതായിരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. Blessed assurance, Jesus is mine. Oh, what a foretaste of glory divine, heir of salvation, purchase of God, born of His Spirit, washed in His blood. This is my story, this is my soul, praising my Savior all the day long. This is my story, this is my soul, praising my Savior. പാട്ടിന്റെ സന്തോഷം സ്വന്തം. ഡോക്ടർ ബില്ലി ഗ്രഹാമിന്റെ ഒരു സമയത്തെ പ്രമുഖ പാട്ടിതായിരുന്നു ജോർജ് ബെവർലി ഷേ. ഞങ്ങൾ അമേരിക്കയിൽ പഠിക്കുമ്പോൾ ജോർജ് ബെവർലി ഷേയുടെ പാട്ടില്ലാത്തൊരു ദിവസം എനിക്കില്ലായിരുന്നു. വണ്ടർഫുൾ മ്യൂസിക്. നിങ്ങൾ ഇന്ന് പാടുമ്പോൾ ഓർക്കണം, എന്റെ കൃതി ആർക്കു വേണ്ടിയുള്ളത്? അല്ലേ? ഒരു സ്വത്രം പറഞ്ഞാൽ യേശുവിന് വേണ്ടിയായിരിക്കും. അല്ലേ? മറ്റൊന്നിനും പറയരുത്. നിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ പദങ്ങളും എണ്ണി തൂക്കി വെച്ചിരുന്ന് പ്രതിഫലം നൽകാൻ വെച്ചിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. ഇന്ന് രാത്രി ദൈവമക്കളെ, പിതാവായ ദൈവം പോലും പറയുന്നത് ഞാൻ എന്റെ രാജാവിനെ എവിടെ വാഴിച്ചിരിക്കുന്നു? സിയോനിൽ. ആ പുത്രനെ കുറിച്ച് നമ്മൾ വായിച്ചത് മരിച്ചവരിൽ ആദ്യജാതൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കല്ലറയെ പൊട്ടിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ a power of its resurrection, അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തി. ദൈവമക്കളെ, എനിക്ക് അഭിഷേകം പ്രാപിക്കുന്നത് വരെ ദൈവത്തെ കുറിച്ച് ഒരു പിടിയില്ലായിരുന്നു. എനിക്ക് ദൈവത്തെ പിടി കിട്ടിയത് എന്നെ പിടിച്ച് താഴെ ഇട്ടപ്പോഴാ. അയ്യോ, ഒരു റൂൾ തടി ഉരുളെന്ന് പറഞ്ഞാൽ ഉരുള് പോയി, ഉരുണ്ട് കിടന്ന് ഹോളിൽ കിടന്ന്. അങ്ങനെ അഭിഷേകം പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ എത്ര ഉള്ളത്.
യേശു മരിച്ചവരിൽ ഉയർത്തത് കൊണ്ടാണ് നിങ്ങളും ഞാനും മരിച്ചത് കിടന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് എത്ര പ്രബലമായ ഒരു പദമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അവിടുത്തെ പ്രയോഗം എന്താണെന്നറിയാമോ? മരിച്ചവരിൽ ആദ്യജാതൻ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വേറെ ഒരു പദമുണ്ട്, ഏകജാതൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ഗുണം ലോകത്തെ. അപ്പോ ഏകജാതൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യോഹന്നാൻ 5:18 വായിച്ചേ. ജോൺ 5:18. എന്താണ് യോഹന്നാൻ എന്റെ ദർശനം കണ്ടത്? യോഹന്നാൻ 5:18. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവം തന്റെ സ്വന്തം പിതാവെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഏകജാതനായ പുത്രൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ പുത്രന്റെ പുത്രൻ സംസാരിക്കുന്നതാണ്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പിന്നെ അടുത്ത 2-ാം സങ്കീർത്തനത്തിലേക്ക് വന്നാട്ടെ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് പോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ദൈവമക്കളെ, ഈ ഭൂമിയെ വാഴുവാൻ തമ്പുരാൻ വരുന്നത് ഇരുമ്പ് കോലും കൊണ്ടാ. സ്വത്രം 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 സ്വത്രം. ഒരെണ്ണം പോലും എതിർക്കാൻ ധൈര്യം കാണുകയില്ല. ലോക രാഷ്ട്രങ്ങൾ ഇവന്റെ മുമ്പിൽ മുട്ടുമടക്കും. സ്വത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസ്റ്റ് മിനിറ്റിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കള്ളന്മാരിൽ ഒരുത്തൻ, രണ്ടുപേരും ഒരുമിച്ച് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കായെന്ന്. അല്ലേ? നിന്നെ തന്നെ രക്ഷിക്കുക, പിന്നെ ഞങ്ങളെ രക്ഷിക്കുക. പരിഹസിച്ചതിൽ ഒരുവൻ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ അവനങ്ങ് സിങ്കിങ് സ്റ്റേജിലായി. അവനിങ്ങനെ തല തെരിഞ്ഞ് ചാഞ്ഞു പോയ കൂട്ടത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവിടെ ഒരു കൈയെഴുത്ത് കാണാം. നസ്രയനായ യേശു യഹൂദന്മാരുടെ, ദൈവമക്കളെ സ്വത്രം സ്വത്രം, നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അവൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവൻ ഉടനെ പറഞ്ഞൊരു വാചകമുണ്ട്. അവന്റെ വാചകം ഇങ്ങനെയാണ്: കർത്താവേ, നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ. സ്തോത്രം സ്തോത്രം. അതുവരെ ദുഷ്പ്രവൃത്തി ചെയ്ത മനുഷ്യനെ 1 മിനിറ്റ് കൊണ്ട് കിട്ടുന്നതാണ് കൃപയാലുള്ള രക്ഷ. ഹല്ലേലൂയ. ആയുസ് മുഴുവൻ തെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റിൽ 1 മിനിറ്റ് കൊണ്ട് ദൈവത്തിനെ നീ ദർശിച്ചാൽ നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. യേശു ക്രിസ്തുവിനെ നേരിൽ നോക്കിക്കൊണ്ട് ഒരൊറ്റ വാക്ക് പറയുവാൻ നിനക്ക് കഴിഞ്ഞാൽ നീ ഭാഗ്യശാലിയായി. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവമനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൈയൊന്ന് പൊക്കിയത് ഹല്ലേലൂയ പറയണം. കണ്ടോ? കൃപയാലുള്ള രക്ഷയുടെ സ്റ്റൈല് വിട്ടേച്ചാണ് ഇപ്പോഴേ മുട്ട വലിയാൻ പോകുന്നത്. എന്തോ ഗതികേടാന്ന് നോക്കി മുട്ട വലിഞ്ഞ രക്ഷ കിട്ടുമെന്ന്, കെട്ടിക്കൊണ്ട് അകലേക്ക് പോയ രക്ഷ കിട്ടുമെന്ന്. ഇറ്റ് വാസ് സച്ച് എ ഫൂളറി. മനുഷ്യന്റെ ഭോഷത്വം എന്തുമാത്രമുണ്ട്. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തീർന്ന ശേഷം നിങ്ങളുടെ ഈ പ്രവൃത്തികൾ നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമല്ല. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികൾ കാരണമല്ല. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിനെ രക്ഷകനെന്ന് ഏറ്റുപറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി 10 പേരെങ്കിലും പറയും. മാത്രമല്ല, ആ പേരിനൊരു ഗുണമുണ്ട്. ആ പേരും അതിനാൽ ലഭിക്കുന്ന ശക്തി പ്രാപിച്ച ആളുകളുടെ നിഴല് തട്ടിയാലും സൗഖ്യമുണ്ടാവും. ഹല്ലേലൂയ. ആ റേഡിയേഷൻ ഓഫ് ദ ഗ്രേറ്റ് പവർ, മജസ്റ്റിക് പവർ can radiate from your body, which can healing, which have the healing virtue in itself. സ്വതം പത്രോസ് കടന്നു പോകുമ്പോൾ എവിടെയാ നമുക്ക് ഈ രോഗിയെ ഇടുന്നത്? അയാൾ എതിലെവിടെയാണോ വരുന്നത്? യുവദേശി എതിലെ വരും? ഒരു പിടിയില്ല. അങ്ങനെ വരുമ്പോൾ
അവർ നോക്കി നിൽക്കുക ഇയാടെ നിഴല് പോകുന്ന ഭാഗം കണ്ടെത്താൻ വേണ്ടി. ദൈവമക്കൾ ഓർക്കണം, നിങ്ങൾ നല്ലവണ്ണം ഓർക്കണം, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ആ പ്രിവിലേജ് ഉണ്ട്. സ്തോത്രം. എന്തുകൊണ്ട് നീ പ്രകാശിക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളുടെ ആരുടെയും നിഴല് തട്ടി ആരും സൗഖ്യമായിട്ട് തട്ടി എനിക്കറിവില്ല. എന്റെ നിഴല് തട്ടി അതിന് മാത്രം ക്വാളിറ്റി ആയില്ല. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, ദൈവമേ വല്ലതൊക്കെ നടക്കണേ എന്ന്. നടന്നേച്ചാ വിളിക്കാവുള്ളത് ഞാൻ പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ തമ്പുരാൻ അത് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ ദൈവം ചിലരെ അതിന് ഉപയോഗിക്കുമെന്ന് ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. ദൈവം കൃപാവരങ്ങൾ പകരുന്ന ദിവസങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് നീ കാത്തിരുന്ന് ബലപ്പെടുവോ. ദൈവത്തിന്റെ സഭയോട് ദൈവാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഉപവസിക്കുന്നവർ ഈ കൂട്ടത്തിൽ ഇരിപ്പണ്ടേ? ഉപവസിക്കുന്നവര് ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൽ കഴിയുന്നവർ ഇരിപ്പണ്ടേ? ഓരോ മിനിറ്റിലും ആത്മാവിൽ സന്തോഷിച്ച് 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 വർഷിപ്പ് ചെയ്തുകൊണ്ട് നടക്കുന്ന വിശുദ്ധന്മാരെ ഞാൻ ഈ പട്ടണത്തിൽ പലരെയും കണ്ടു. സ്തോത്രം. എനിക്കതിൽ വളരെ അഭിമാനമുണ്ട്. ഞാൻ താമസിക്കുന്ന വീട്ടിൽ കർത്താവിന്റെ ദാസന്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഇറ്റ്സ് വെരി ഇൻസ്പയറിംഗ്. എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്നു ആ ശ്രദ്ധനായ ദൈവദാസൻ. ഏത് നിമിഷവും വീട്ടിനകത്ത് അന്യഭാഷ ഭാഷണം കേൾക്കാം. എനിക്ക് കൊതി തീർന്നില്ല. സ്തോത്രം. ഇനി എന്നാ മടങ്ങി വരുന്നെന്ന് കാത്തിരിക്കുക ഞാൻ ഇന്ന് വേറൊരു വഴിക്ക് പോവുകയാണ്. എങ്കിലും അടുത്ത ദിവസം തിരിച്ചു വരുമെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, നിന്റെ മേൽ ദൈവാത്മാവ് വസിച്ചിട്ടുണ്ടോ? പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശു പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നത്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞത്. ഇന്ന് രാത്രിയിൽ ഇതുവരെ നീ ആത്മശക്തി പ്രാപിക്കാതെ ഇവിടെ ഇരിക്കരുത്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കറിയാമോ 3 സൈസാ പെന്തിക്കോസ്ത്, 3 വകുപ്പാ പെന്തിക്കോസ്ത്. ഒന്ന് ക്ലാസിക്കൽ പെന്തിക്കോസ്റ്റ്. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ വളർച്ച പ്രാപിച്ച് വികസിച്ച് സ്പ്രിംഗ്ഫീൽഡ് മിസൗറി ഹെഡ് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്ന അസംബ്ലി ഓഫ് ഗോഡ്. അതാണ് ഏറ്റവും ഫ്ലറിഷ്ഡ് പെന്റക്കോസ്റ്റൽ ഗ്രൂപ്പ് ആസ് എ ഹോൾ, ആസ് എ ക്ലാസിക്കൽ. രണ്ടാമത്തെ പൊസിഷൻ ചർച്ച് ഓഫ് ഗോഡ്, ക്ലീവ്ലൻഡ്, ടെനസി. മൂന്നാമത്തത് പെന്റക്കോസ്റ്റൽ ഹോളിനസ് ചർച്ച്. നാലാമത്തത് സ്വീഡിഷ് പെന്റക്കോസ്റ്റൽ ചർച്ച്. ഇങ്ങനെ അങ്ങോട്ട് എണ്ണിയാൽ ഏറ്റവും രജിസ്ട്രേഷനും ഭരണഘടനയും പ്രസിഡന്റും പിന്നെ എല്ലാവിധമായിരിക്കുന്ന സംവിധാനങ്ങളോടുകൂടെ ക്ലാസിക്കലായിട്ട് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം പ്രാപിച്ച വിശുദ്ധന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പ് കരിസ്മാറ്റിക് ഗ്രൂപ്പാ. സ്തോത്രം. ലോകം മുഴുവനുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാ കരിസ്മാറ്റിക്. കരിസ്മാറ്റിക് എല്ലാം കൂടെ വന്ന് മാർപ്പാപ്പ ഈയിടയ്ക്ക് നെഞ്ചത്തിടിച്ചോണ്ട് നിലവിളിച്ചു, എന്റെ ആടെല്ലാം പോയേ, എന്റെ ആടെല്ലാം പോയേ. ഞാനത് കേട്ടപ്പോ പറഞ്ഞു, പോട്ടല്ലാതെ എന്നെ എടുക്കുന്നു. സ്തോത്രം. പോട്ടെ. എങ്ങോട്ടാ പോയെന്നറിയാമോ? അർജന്റീനയിലും സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെയുള്ള മിക്ക സ്ഥലങ്ങളിലും കരിസ്മാറ്റിക്കിന് തിരി കൊളുത്തി വിട്ടത് അദ്ദേഹം തന്നെയാ. ജോൺ 23 എന്ന് പറഞ്ഞ പഴയ മാർപ്പാപ്പയാണ് റോമിൽ ആദ്യമായിട്ട് ഈ പ്രഖ്യാപനം നടത്തിയത്. സെക്കൻഡ് വാത്തിക്കൻ കൗൺസിലിന്റെ ഡോക്യുമെന്ററി നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. സെക്കൻഡ് വാത്തിക്കൻ കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് വലിയ സമൂഹത്തെ, കാർഡിനൽസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പെന്തിക്കോസ്ത് ദിവസം തന്റെ അപ്പോസ്തല സ്ലീഹന്മാരുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേലൊന്ന് പകരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന്. കേട്ടുകൊണ്ടിരുന്ന കർദിനാളന്മാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവരെല്ലാവരും അവരവരുടെ സ്ഥലത്ത് ചെന്ന് പതുക്കെ കൊട്ടും പാട്ടും തുടങ്ങി. അതാ കരിസ്മാറ്റിക്. സ്തോത്രം. കൊറ്റതും പാടിയതൊക്കെ ഇഷ്ടപ്പെട്ടു. കൈ കൊട്ടുന്നത് കണ്ടാൽ ചിരിച്ചു പോകും. നിങ്ങൾ കരിസ്മാറ്റിക് മീറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അറിയാം. ഇങ്ങനെയാ കൊട്ടുന്നത്. ആ സൈസ് കൊട്ട അല്ല, നമ്മളെ പോലെ ഇങ്ങനെ കൊട്ടുകല്ല. നമ്മൾ ചിലർ കൊട്ടുന്നത് കണ്ടാൽ ചിരിച്ചു പോകും. അങ്ങനെ ഒന്നും കൊട്ടരുത്. നീ കൊട്ടിയാൽ കൊട്ടിയതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈയിടെ അമേരിക്കയിൽ ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു, എന്റെ കയ്യിൽ മൈക്രോഫോൺ ഇരിക്കുന്നത് കൊണ്ട് കൊട്ടാൻ നോക്കുന്നില്ല. അദ്ദേഹം കണ്ടുപിടിച്ചു, കൈ
കൂട്ടി ശരിക്കടിച്ചാൽ, നല്ലപോലെ കൈ കൂട്ടി ശരിക്കിങ്ങനെ അടിച്ചാൽ ഭയങ്കര അത്ഭുതം നടക്കുന്ന, ഇതിനകത്ത് സലൈവ തുല്യമായിരിക്കുന്ന ഒരു ലായിനി ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യും. സലൈവ, നമ്മുടെ വായിലെ വെള്ളമുണ്ടല്ലോ, സലൈവ, അതിന് തുല്യമായ ഒരെണ്ണം ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുക കൈ കൊട്ടുമ്പോ. സ്തോത്രം. അത് വലിയൊരു പാട്ട് മുഴുവൻ തീരുന്നവരെ കൊട്ടയ്ക്കൂ. ഇപ്പൊ തീരുന്നവരെ കൊട്ടുകയാണെങ്കിൽ ഏറ്റവും വലിയ പാട്ട് ഏതാ? നമ്മുടെ മലയാളത്തിലെ ഏറ്റവും വലിയ പാട്ട് ഏതാ? കറക്റ്റ്. എന്നാൽ പാസ്റ്റർ ടി.എസ്. എബ്രഹാമിയുടെ ഞങ്ങളോട് ചോദ്യം ചോദിച്ചു, ആകെ ലോകത്തിൽ ഇറങ്ങിയതിൽ ഏറ്റവും വലിയ പാട്ട് ഏതാന്ന്. ഞങ്ങളൊക്കെ ഒത്തിരി നോക്കിട്ട് അദ്ദേഹം പറഞ്ഞു 119 സങ്കീർത്തനം എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് കൈ കൊടുത്തു. സ്തോത്രം. ദാറ്റ്സ് ദ ലാർജസ്റ്റ് അല്ലേ? നമ്മൾ ശരിക്ക് പാട്ട് തീരുന്നത് വരെ കൈയടിച്ച് പാടിയാലുള്ള ഗുണമെന്നാ, ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. സ്തോത്രം. ചുമ്മാ വെറുതെ കൊട്ടുന്നവരല്ല, ഇന്ന് മുതൽ നല്ല പടക്കം സ്റ്റൈലിൽ കൊട്ടണം. നമുക്ക് ഒടുവിലത്തെ കൊട്ടെന്ന് പറഞ്ഞത് ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ ഭാഗം കുലുങ്ങണം. സ്തോത്രം. അവർ ഇരുന്ന സ്ഥലം കുരുങ്ങി. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്രൊഡക്ഷൻ ഇതുണ്ടായി കഴിഞ്ഞാലത്തെ ഗുണം അറിയോ? അത് കുറേശ്ശെ ബ്ലഡിലോട്ട് കടന്നാൽ സാധാരണ രോഗങ്ങളുടെ ഒറ്റമൂലി മരുന്നാണ്. അല്ലേ? ഇപ്പൊ നിങ്ങളെ നോർത്ത് നോക്കിയിട്ട് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ നോക്കി ആർക്കാ ഏറ്റവും കൂടുതൽ ആരോഗ്യമൊന്ന്? ഞാൻ പക്ഷെ ഇതൊക്കെ പഠിച്ചപ്പോഴത്തേക്കും വയസ്സ് കഴിഞ്ഞു പോയി. പലപ്പോഴായിട്ട് 70 തികഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സെപ്റ്റംബർ 25 ആയപ്പോൾ 70 പൂർത്തിയായി. 71-ലായിപ്പോ ഇപ്പൊ നിൽക്കുന്നത്. സ്തോത്രം. ഇനി എത്രയുണ്ടോ അത്രയും നാൾ ഞാൻ കൈയടിക്കും. കൈയടിക്കാത്തവരെല്ലാം കൈയടിച്ച് ഒന്ന് കൈയടിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 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 വണ്ടർഫുൾ. 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 പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതല് ആരാധന നടക്കുമ്പോൾ യോഗത്തിൽ പടക്കം പൊട്ടുന്ന കയ്യടിയായിരിക്കും. പക്ഷേ റിതം തെറ്റിക്കരുത് കേട്ടോ. ടും 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 അടിക്കരുത്. അടിക്കുകയാണെങ്കിലല്ലോ ഠും 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 എന്നോ റിതം. ഇവരെ കൊട്ടുന്നവരെ കേൾക്കാല്ലേ ആ സൗണ്ട്? അതുപോലെ ഇരിക്കണം. ഓക്കെ, ഞാനിവിടെ ആ വിഷയമൊക്കെ ഇവിടെ ഒന്ന് നിർത്തട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷിക്കകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുക. സ്തോത്രം. അന്ത്യകാലത്ത് സകലയിടത്തിന്മേലും മൂന്നാമത്തെ ഗ്രൂപ്പ് 18,000 കൊച്ചു 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 കൂട്ടങ്ങൾ ലോകം മുഴുവൻ. ഒരു തമ്പേറുമുണ്ട്, 75 വിശ്വാസികളുമുണ്ട്, ഒരു പാസ്റ്ററുമുണ്ട്. ആരുമായിട്ട് ബന്ധമില്ല. അവരിരുന്നങ്ങ് ആത്മാവിൽ കൊട്ടി അങ്ങ് ആരാധിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിയോ കരിസ്മാറ്റിക് എന്ന അതിന്റെ പേര്. കരിസ്മാറ്റിക്കിനകത്ത് രക്ഷപ്പെട്ട് അഭിഷേകം പ്രാപിച്ചത് മുഴുവൻ പെന്തിക്കോസിലോട്ടാ പോകുന്നത്. പോട്ടെന്നേ അല്ല, ഇപ്പൊ എന്നെ എടുക്കുന്നു. പോട്ടെ. സ്തോത്രം. സ്തോത്രം. ഇവക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം PJ കുര്യൻ സാർ പറഞ്ഞു, മാർത്തോമാ സഭയ്ക്കകത്ത് നിന്ന് ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പെന്തിക്കോസിൽ പോയെന്ന്. എന്നെ എടുക്കാനൊക്കെ പോട്ടത് പോട്ടെ. സ്തോത്രം. പെന്തിക്കോസിലോട്ടല്ല ഞങ്ങൾ വിളിക്കുന്നത്. പെന്തിക്കോസിലോട്ടല്ല, ആത്മനിറവിന്റെ അനുഭവത്തിലേക്കാണ് ഞങ്ങൾ വിളിക്കുന്നത്. That is the rule. Praise the Lord. Praise the Lord. നമ്മുടെ ചിന്താ വിഷയം എങ്ങും ആകുകയില്ലല്ലോ. പെട്ടെന്ന് ഞാൻ ഇവിടെ ഒരു ചെറിയ ബ്രേക്ക് ഇടാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഒക്കെയില്ലല്ലോ. സോ ക്ഷമിക്കണം. ഇപ്പോഴും ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ലോകം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ ആയിരിക്കുന്നത്. സഭ എടുക്കപ്പെടുവാനുള്ള വിളിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അതിന്റെ സിഗ്നലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, കേൾക്കാറായി തൻ കാഹളധ്വനി, നാം പോകാറായി പാർത്തലം വിട്ട്. നമ്മുടെ മനസാക്ഷിക്കകത്തുണ്ടായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, വീണ്ടും ഞാൻ ഒപ്പിക്കട്ടെ. രണ്ടാമത്തെ പുത്രനെ കുറിച്ചാണ് പറഞ്ഞത്. തീർന്നില്ല, പിന്നാലെ ഞാൻ പറയാം. ഗോഡ് ബ്ലസ് യു. ഓക്കെ, നമ്മുടെ കൺവെൻഷന്റെ സമാപന ഭാഗമായതുകൊണ്ട് എല്ലാവരും കൈയടിച്ചൊക്കെ നിരുന്നെങ്കിലും
ഒന്നുകൂടെ കൈയൊക്കെ നനക്കി ഒന്നുകൂടെ ഒന്ന് വികസിച്ചൊന്നിരിക്കണം. ഒന്ന് വികസിച്ച് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇത് ക്ഷീണിച്ചു പോയല്ലോ എന്ന് വിചാരിക്കരുത്. ഞാൻ ഈ 70 വയസ്സിൽ പറയാവുന്ന ശബ്ദത്തിലല്ല പറയുന്നത്. ഇത്രയും സൗണ്ട് ഇല്ല എനിക്ക്, ഉണ്ടാക്കി പറയുക. കാരണം രാജാവ് മടങ്ങി വരുന്നതിൻ്റെ ബഹളമാണ് എൻ്റെ തലച്ചോറിനകത്ത്. ഇത്രയും വലിയ ത്രിയേകനായ ദൈവത്തിൻ്റെ അധിവാസം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള അഭിമാനമാണ് എന്നെ ശക്തമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ, 14-16 അധ്യായങ്ങൾ വായിച്ചാൽ, ത്രിയേക ദൈവം he can inhabit or he can indwell in each believer. ഒരു വിശ്വാസിയിൽ ത്രിയേക ദൈവം ഒന്ന് ഇറങ്ങി വസിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് നിങ്ങൾ തന്നെ ഇരിക്കുകയല്ലേ ചെയ്യുന്നത്. 4 പേരാ നിങ്ങൾ. 3 പേര് ദൈവത്തിന്റെ 3 തത്വവും അതിന്റെ കൂടെ നിങ്ങൾ കൂടിയാണ് ആയിരിക്കുന്നത്. ആ വലിയ വികസന ബോധത്തിൽ ദൈവസ്ഥലായിരിക്കണം. നമ്മൾ വായിച്ചല്ലോ, ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ എന്ത് വായിച്ച വാക്യം? ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും. എനിക്ക് ആ വാക്യത്തിൽ സന്തോഷം തോന്നിയത്, ജീസസ് ഈസ് റൂളിംഗ് വിത്ത് അയൺ റോഡ്. അവിടുന്ന് മടങ്ങി വരുമ്പോൾ അയൺ റോഡ് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട വിശ്വാസിയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് അടി കൊണ്ട് എന്നെ ഒരു ബസ്സിലിട്ട് തൊഴിച്ചതാ ഒരു വിശുദ്ധൻ. ഉണ്ടോ? ഒരു ക്രിസ്ത്യാനി തൊഴിച്ചതാ. അദ്ദേഹത്തിന്റെ മകനെ സ്നാനപ്പെടുത്തിയതിനാ. ഞാൻ സ്തോത്രം എന്ന് പറഞ്ഞു. തിരിച്ച് ഒന്നും മിണ്ടാൻ നമുക്ക് അവകാശമില്ലല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കണം. ആ പ്രിൻസിപ്പിളാണ് ഞാൻ വെച്ചത്. എൻ്റെ വീടിനിട്ട് കല്ലെറിഞ്ഞതാ. ഇതെല്ലാം ഞാൻ അനുഭവിച്ചു. എനിക്ക് ഒരു പടക്കവും ഇല്ല. പക്ഷേ ഇനിയും കർത്താവ് രാജാവായിട്ട് രാജത്വം പ്രാപിച്ചു വരുന്ന സമയത്താണ് എൻ്റെ ഗമ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ജയിക്കുന്നവനെ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ വരം നൽകും. ജയിക്കുന്നവന് ഇരുമ്പുകോൽ കൊണ്ട് ജാതികളെ ഭരിക്കുമെന്ന് വെളിപ്പാട് 2-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇരുമ്പുകോൽ പിടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലും ഇരുമ്പുകോലുണ്ട്. സ്തോത്രം. ഒന്ന് പിടിച്ചേ ഇരുമ്പുകോൽ. പ്രൈസ് ദി ലോർഡ്. അല്ല, വെറുതെ ഒരാളായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. ഇരുമ്പുകോൽ കൊണ്ട് വാഴുന്നൊരു കർത്താവ്. അതിന്റെ കൂടെ നിങ്ങളെ വെളിപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായി നോവ് കിട്ടിയ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. എസ്കറ്റോളജി ഞാനിവിടെ മസ്കറ്റിൽ പഠിപ്പിച്ചത് കൊണ്ട് എസ്കറ്റോളജി ഇപ്പൊ തൊടുന്നില്ല. കാരണം അത്യാവശ്യം വരുന്നിടത്ത് പഠിപ്പിക്കാം. എസ്കറ്റോളജി എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റാണ്. അന്ത്യകാല ശാസ്ത്രം. അതിനകത്ത് 7-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ 144,000 യഹൂദന്മാർ മുദ്രയിടപ്പെടുന്നു. 144,000 sealed personalities in the Jews. അവരെ മുദ്രയിടപ്പെട്ടാൽ 14-ാം അധ്യായത്തിൽ അവരെ നമ്മൾ കാണുന്നത് സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000. 144,000 എന്ന് പറയുമ്പോൾ വേറെ ചിലതൊക്കെ പറയുന്ന സഹോദരങ്ങളും ഉണ്ട്. അവർ പാവങ്ങളായോണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അവരോട് വഴക്കില്ല. സ്തോത്രം. ഈ 144,000 പേര് ഇവിടുന്ന് എങ്ങനെ അവർ സ്വർഗത്തിലെത്തിയെന്ന് ചോദിച്ചാൽ 12-ാം അധ്യായത്തിൽ സ്ത്രീ എന്ന് പറയുന്നത് യഹൂദ സഭയാണ്. ആണോ? യാക്കോബും ഭാര്യയും മക്കള്, ആ സ്റ്റോറി മാത്രം ഓർത്താൽ മതി. 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള ഒരു കിരീടം ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ നിൽക്കുകയാണ്. ആണോ? അവിടെ കാൽക്കീഴെ ചന്ദ്രനുണ്ട്. ഒരു സൂര്യനെ അണിഞ്ഞിരിക്കുകയാണ്. 12 നക്ഷത്രമുണ്ട്. ഇതെല്ലാം യഹൂദ സഭയുടെ ഫിഗറേറ്റീവ് ആയുള്ള പ്രയോഗമാണ്. അവളാണ് ആൺകുഞ്ഞിനെ പ്രസവിച്ചത്. 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സകല ജാതികളെയും വാഴുവാനുള്ള ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെയാണെങ്കിൽ ആരെല്ലാം വാഴും? സ്തോത്രം. കർത്താവ് വാഴും. പിന്നെ അത് കേട്ടോണ്ടിരിക്കുന്നില്ല. കർത്താവ് ഇരുമ്പുകോൽ കൊണ്ട് വാഴും. പിന്നെ ജയിക്കുന്ന സഭ ഇരുമ്പുകോൽ കൊണ്ട് വാഴും. പിന്നെ യഹൂദ സഭയിൽ നിന്ന് രംഗത്ത് വരുന്ന 144,000 യഹൂദന്മാർ, അവരും ഇരുമ്പുകോൽ കൊണ്ട് വാഴും. ഇനിയും 20-ാം അധ്യായം എടുത്തേ. 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ 20-ന്റെ 4 മുതൽ നോക്കട്ടെ. ഞാൻ I saw the judgment seat. ന്യായാസനങ്ങളെ കണ്ടു. ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നു.
ആത്മാക്കളെയും അടുത്ത്. അങ്ങനെയാണെങ്കിൽ ആരാണതെന്ന് മനസ്സിലായോ? മഹോപദ്രവ കാലത്തിലെ രക്തസാക്ഷികൾ, എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം. സ്വത്രം. ആന്റി ക്രൈസ്റ്റിന്റെ കോപാക്രാന്തനായി തീർന്ന ആന്റി ക്രൈസ്റ്റ് കണ്ടവരെ വെട്ടി കൊല്ലുന്ന സന്ദർഭമാണ് ഗ്രേറ്റ് ഡേയ്സ്, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ അവർ, 7 years ഓഫ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. ആ സംഭവത്തിന്റെ നടുക്ക് വെട്ടേറ്റ് മരിച്ചവരുണ്ട്. അവരെ കുറിച്ച് 7-ാം അധ്യായത്തിൽ 2-ാം പാരഗ്രാഫിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം സകല ജാതികളിൽ നിന്നുള്ളവരായി എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം. സ്വത്രം. ലോകത്തിലുള്ള ആകെയുള്ള മനുഷ്യവർഗത്തെ 4ആയിട്ട് തിരിക്കാം. ഞാൻ എന്റെ തിയോളജിയിൽ അതിന് ദൈവം എനിക്ക് കാണിച്ചു തന്ന ദർശനം അനുസരിച്ച് കുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്പർ 1, 24 elders that the church, 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ചർച്ച് ഓഫ് ഗോഡ്, സഭയാണ് അവിടെ കാണിക്കുന്നത്. രണ്ടാമത്തത് 144,000 യഹൂദ മുദ്രിതന്മാരാണ്. അവരെ മഹോപദ്രവ രക്തസാക്ഷി, മഹോപദ്രവത്തിലെ റെമനന്റ് അല്ലെങ്കിൽ ശേഷിപ്പാണ്. മഹോപദ്രവത്തിലെ രക്തസാക്ഷികൾ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരമാണ്. കുഞ്ഞാടവരെ ആ ജീവജലത്തിന്റെ നദികളിലേക്ക് നടത്തും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. സ്വത്രം. വെട്ടുകൊണ്ടപ്പോൾ നിലവിളിച്ചവന്റെ കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കുവാൻ രാജാവിന്റെ കൈ തന്നെയാണ് വരുന്നത്. ഹല്ലേലൂയ. സിയോനിൽ ദൈവം വാഴിച്ചിരിക്കുന്ന രാജാവ് ആധിപത്യം പ്രാപിക്കുന്ന ദിവസം ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവമക്കളെ. പൗലോസ് പറഞ്ഞു, ഓർക്കുന്നവർ സഹിക്കുന്നെങ്കിൽ കൂടെ വാഴാമെന്ന്. സ്വത്രം. ഒന്നും ചെയ്യാതെ കൂടെ വാഴാൻ ഒരുങ്ങി ഒത്തിരി പേരിപ്പുണ്ട്. കൂടെ വാഴാനിരിക്കുക, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, കല്യാണം ഇതുവരെ ഉറപ്പിക്കാത്തവരും മണവാട്ടിയാകാൻ അണിഞ്ഞിരിക്കുക. കുമ്പനാട്ടെ ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് മുട്ടുപണ്ണെന്ന സ്ഥലമുണ്ട്, തൊട്ട് കിഴക്ക് വശത്തെ മുട്ടുപണ്ണിലുള്ള ഒരു വല്യപ്പച്ചൻ, ഭയങ്കര ഒരു വല്യപ്പന. ആ വല്യപ്പച്ചനോട് ഒരു ബ്രദറിലെ ഒരു സഹോദരൻ ചോദിച്ചു, ഒരു സുവിശേഷകൻ ചോദിച്ചു, അപ്പച്ചാ കർത്താവ് വരാറായി, ഒരുങ്ങിയോ? വല്യപ്പച്ചൻ 4ഉം കൂടെ ഒന്നിച്ച് കൂട്ടി കടിച്ചു പിടിച്ചിരിക്കുക. ഒരുണങ്ങിയ ഇലയും ഒരു പച്ചലയും ചില പേസ്റ്റും ഒരു കൊച്ചു കായും 4ഉം കൂടെ കൂട്ടി കടിച്ചു പിടിച്ചിരിക്കുക. ഇങ്ങനെ പിടിച്ചോണ്ട് പറഞ്ഞു, ഊതണം എന്ന് പറയാനൊക്കെ ഇത് പോകാതിരിക്കാൻ ഊതണം പോകണം. അദ്ദേഹം ചോദിച്ചു, അപ്പൊ ഊതണം എന്ന് പറഞ്ഞാ അന്നേരം അടുത്ത അക്ഷരം മലയാളത്തിൽ പറയണേ ബുദ്ധിമുട്ടാ. കാഹളം എന്ന് പറയുമ്പോൾ ഇത് തെറിക്കും. അതുകൊണ്ട് പുള്ളി ചിരി കോട്ടി പിടിച്ചോണ്ട് അതും പറഞ്ഞു പിടിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും വലിയ വിശ്വാസം അപ്പച്ചനുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞെന്നറിയോ, 37 കൊല്ലം മുമ്പേ ഉണ്ണുണ്ണി സാർ ഞങ്ങളുടെ അവിടെ വന്ന് പ്രസംഗിച്ചു. യേശുവിന് ഹൃദയം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനാണ് ആദ്യം കൈപോക്കിയത്. 37 കൊല്ലം മുമ്പ് ഒരു കൈപോക്ക് പൊക്കി വെച്ച് വയറു നിറച്ച വിശുദ്ധ സ്ഥലത്തെ ഉയരപ്പെട്ടവന്റെ രഹസ്യസ്ഥാനത്തു നിന്നും ചെത്തിയെടുത്ത മധുരപാനീയവും വായിക്കകത്ത് എന്തുവാ കിടക്കുന്നത്? ഈ 4ഉം കൂടെ. ഈ പുള്ളിയാണ് ഊടണം പോകണം. ദൈവമക്കളെ, വെറുതെ മേലോട്ട് പോകുകയില്ല. സ്വത്രം. വെറുതെ മേലോട്ട് പോകുകയില്ല. സ്വത്രം. ഇന്ന് രാത്രി ദൈവമക്കൾ നല്ലപോലെ ചിന്തിക്കണം. The very God of peace sanctify you holy. സമാധാനത്തിന് ദൈവത്തെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും. അയ്യോ, ആരും പറയുന്നില്ല. 1 തെസ്സലോനിക്കർ 5:23 എടുത്തിട്ട് പോയാ മതി. എല്ലാവരും എടുത്ത് നോക്കിയിട്ട് റെക്കോർഡ് ചെയ്യേ, എടുത്തിട്ട് നോക്കേ. The very God of peace sanctify you holy, and I pray that all your spirit, soul and body be preserved blameless unto the coming of our Lord and Savior Jesus Christ. Praise the Lord. English speaking girls and boys, you remember, the very God of peace sanctify you. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും. എന്തുമാത്രം? ഗ്രീക്ക് സാഹിത്യത്തിൽ ഒരു ട്രൈക്കോട്ടമിയാണ് നമ്മള്. ട്രൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ ആന്ത്രോപോളജിയിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ്. Man is a trichotomy എന്ന് പറഞ്ഞാൽ സോൾ, ബോഡി, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ദേഹം, ദേഹി, ആത്മാവ്, 3 ഘടകമുണ്ട്. ഈ വാക്യത്തിലാണ് ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്.
എപ്പോഴാ കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ? സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരമേ കൊണ്ടുനടക്കുന്ന ശരീരം ഉണ്ടല്ലോ, അത് ഇതൊക്കെ കാണിച്ചു രക്തം പറഞ്ഞാലൊന്നും രക്ഷയില്ല. ചിലത് കത്രിമേശയുടെ മുമ്പ് വരുമ്പോ രക്തം 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 രക്തത്താൽ ജയം. വെറുതെ ഒന്നും ഇറക്കി വിടണ്ട. നീ ശരീരത്തിനെതിരായിട്ട് ചെയ്തതിന് കണക്ക് നീ കൊടുത്തേച്ച് മാത്രമേ ഇതെ തൊടാവുള്ളൂ. ഓർമ്മയിരിക്കണം, വെറും ഒരു പ്യൂരിഫിക്കേഷൻ അല്ല ന്യൂ ടെസ്റ്റ്മെന്റ് ഹോളിനെസ് എന്ന് പറയുന്നത്. ദ ഹോൾ പേഴ്സണാലിറ്റി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൈ ഉയർത്തി അല്ലേ പറയണം. അല്ലെങ്കിൽ പറയുക മാത്രമല്ല, അടുത്ത കത്രിമേശ എടുക്കുന്നതിന് മുമ്പായിട്ട് കറക്റ്റ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തിയോടൊരു കാര്യം പറയാൻ കിടപ്പുണ്ടെങ്കിൽ ക്ലിയർ ആയിക്കണം. ദശാംശം കൊടുക്കാതെ വെച്ചിരിക്കുന്നത് മൊത്തം എണ്ണി കൊടുത്തോണം. അതെന്നാ ഉപദേശമാണ് ഇപ്പൊ ചിന്തിക്കുന്നത് ആണോ? ഞാൻ എങ്ങും പ്രസംഗിക്കാത്തൊരു ഉപദേശമാണ്. ഇന്ന് എന്തോ പറയാൻ പോവുക. ദശാംശം കൊടുത്തില്ലത്തെ കുഴപ്പമില്ല. കർത്താവ് യഹൂദന്മാരുടെ ഏറ്റവും വലിയ വകുപ്പായിരിക്കുന്ന പരീശന്മാരെ ശാസ്ത്രിമാരെ ശാസിച്ച സന്ദർഭത്തിൽ പറഞ്ഞു, അവരെ നേടുന്നതിലെല്ലാം പതാരം കൊടുക്കുന്നു. പതാരം എന്നുള്ള ഇംഗ്ലീഷ് ടൈറ്റ്സ്, 10-1. പണ്ട് നാളെ വല്യപ്പൻ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി, വലിയ ആത്മാവിലായപ്പോ പറഞ്ഞു, ഞാനിതുവരെ 10-1 കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു, ഇനി മുതൽ ഞാൻ 100-1 കൊടുക്കാൻ തീരുമാനിച്ചു. പുള്ളിക്ക് 100-1 10-1 വലുതെന്ന് അറിയാൻ പാടില്ല, കണക്കറിയാൻ വയ്യാത്ത ആളാ. എന്റെ പൊന്നു കുഞ്ഞെ, അതൊക്കെ ഇങ്ങോട്ട് കിട്ടാൻ നേരത്ത് അതൊക്കെ പറയാനറിയാം. അങ്ങനെയല്ല, നിങ്ങൾ നേടുന്നതിലൊക്കെ എന്താ കൊടുക്കുന്നു? പസാരം. ഓക്കെ, നിങ്ങൾ ചിലരുടെ പ്രശ്നം തീരാത്തതിന്റെ കാരണം ദൈവാത്മാവ് വെളിപ്പെടുത്തിയതായി പറയുന്നത്. ഗ്ലോറി 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. ഓർമ്മയിരിക്കണം. ഓക്കെ, പതാരം കറക്റ്റ് കൊടുക്കുന്നു. ജീരകം, ചതകുപ്പ, പിന്നെ തുളസി. ജീരകം, ചതകുപ്പ, തുളസി എല്ലാം കൊടുക്കുന്നു. ഇത് ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും വേണം. സ്വത്രം. കാപ്പിക്ക് ഇച്ചിരി മധുരം കൂടിപ്പോയാലും പൊടി കുറയരുതെന്ന് പറയുന്നത് പോലുള്ളൊരു ഭാഷ ഇപ്പൊ പറഞ്ഞത്. ഇത് ചെയ്യുകയും മറ്റത് ത്യജിക്കാതിരിക്കുകയും വേണം. സ്വത്രം. ദൈവമക്കൾക്ക് മനസ്സിലായോ? എന്നിട്ട് ഗിരിപ്രഭാഷണം എനിക്ക് പ്രസംഗിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അടുത്ത കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കും, ദ ക്രിസ്ത്യൻ മോറൽസ് ആൻഡ് എത്തിക്സ്. കളിയും തമാശയും ഒക്കെ നിർത്തിവെക്കാം. ഈ ദിവസങ്ങളിൽ നമുക്ക് മണവാളനോട് ചെന്ന് ചേരുവാൻ പരിപൂർണതയ്ക്കായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ലെന്ന വാക്യം. പക്ഷെ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ സാറേ ഞെട്ടിപ്പോവും. എന്നെ ഈ വിഷയമൊക്കെ പഠിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അധ്യാപകൻ അദ്ദേഹത്തിന്റെ ഫാദറാ. ഈ വിഷയങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് നടന്ന് വളരെ അകലേന്ന് നടന്ന് പാമ്പാടിൽ വന്ന് ക്ലാസ് എടുത്തത് ആ ദൈവദാസന്റെ ഓരോ വാക്കും ഞാൻ ഓർക്കുന്നുണ്ട്. ആ അഭിമാനത്തോടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കയ്യിലുള്ളവർ നോക്കിയതയ്യോ, മത്തായി 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ നീതി 20-ാം തോന്നുന്നു. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് ഉദ്ധരിക്കാം, എക്സെപ്റ്റ് യുവർ റൈച്ചസ്നെസ് ഷാൽ എക്സീഡ് ദ റൈച്ചസ്നെസ് ഓഫ് ദി സ്ക്രൈബ്സ് ആൻഡ് ഓഫ് ദ ഫാരിസീസ്, ഇൻ നോ കേസ് യു നെവർ എൻറ്റർ ഇൻടു ഹെവൻ. സ്വത്രം. ഇൻ നോ കേസ് എന്നതിന് അർത്ഥം എന്ന് പറഞ്ഞേ ഇൻ നോ കേസ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും. സ്വത്രം. ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ ഉഴപ്പിയവര് മുഴുവൻ മൊത്തം മുൻകാല പ്രാബല്യത്തോടെ കൊടുത്തിരിക്കണം. സ്വത്രം. ദൈവത്തിന്റെ വേല നടക്കും, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. അങ്ങോട്ട് ചെല്ലുമ്പോൾ വല്ലത് കിട്ടണമെങ്കിൽ നിയമം തെറ്റാതെ ജീവിക്കണം, നിയമം തെറ്റാതെ ചെയ്യണം. എന്റെ 1 മിനിറ്റ് ഞാൻ കളകയില്ല. ഇന്ന് കർത്തദാസന്റെ വീട്ടിൽ എനിക്ക് ഇരുന്നിട്ട് എഴുതാൻ ഇഷ്ടം പോലെ ടൈം കിട്ടി. 14 വിഷയങ്ങളാണ്. ഇന്ത്യ ബൈബിൾ കോളേജിൽ 4 സബ്ജക്ട് പഠിപ്പിക്കണം.
ലേഡീസ് സോദരി സമാജത്തിൽ ഒരു സബ്ജക്ട് പഠിപ്പിക്കണം. അതെ, PG കോഴ്സിൽ മറ്റൊരു സബ്ജക്ട് പഠിപ്പിക്കണം. 6 ആ ക്യാമ്പസിൽ തന്നെ. തൊട്ടപ്പുറത്ത് വട്ടക്കോട്ടാൽ ബൈബിൾ കോളേജുണ്ട്, അവിടെ ആഴ്ച 2 വട്ടം പോകണം, ഒരു വിഷയം പഠിപ്പിക്കണം. പുല്ലാട്ട് വേറൊരു വിഷയം പഠിപ്പിക്കണം. റാന്നിയിൽ 2 പഠിപ്പിക്കണം. ഇതിന്റെ കൂടെ പായിപ്പാട്ട് ഒരിടത്ത് പഠിപ്പിക്കണം. ഇതിന്റെ കൂടെ ഡോക്ടർ KP യോഹന്നാന്റെ 2 ബൈബിൾ കോളേജ് ഉണ്ട്, ഗേൾസിനും ബോയ്സിനും 2 പഠിപ്പിക്കണം. ഇതിന്റെ കൂടെ ചെങ്ങന്നൂർ പഠിപ്പിക്കണം. ഇതിന്റെ കൂടെ ബാബു സാറിന്റെ വെട്ടിയാർ ബാബു സാറിന്റെ വിഷൻ ഗ്രൂപ്പിൽപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ യോഗം കഴിഞ്ഞ് കണ്ടച്ചേ പോകാവുള്ളൂ. എനിക്ക് അല്പകാര്യം പറയാനായിട്ടുണ്ട്. അവരുടെ ബൈബിൾ കോളേജിലും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം സഹിക്കാം. തിങ്കളാഴ്ച രാവിലെ എറണാകുളത്ത് ചെന്ന് പഠിപ്പിച്ച് രാത്രി ക്ലാസ് കൂടെ കഴിഞ്ഞ് തിരിച്ചു വരണം. ഇത്രയും അധ്വാനം ചെയ്യുവാൻ എന്നെ പ്രചോദിപ്പിക്കുന്നത് കണക്ക് തീർക്കുന്ന നാളിന്റെ ഓർമ്മയാണ്. അല്ലേ, നീ എല്ലാം ഇപ്പോഴും യഹോവക്രിയോടുകൂടെ ഇരിക്കാം. ഒരു പ്രതിഫലമുണ്ടാകും. ഒന്ന് പറഞ്ഞേ, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. ദശാംശം കൊടുക്കാൻ തീരുമാനിച്ചവർ എത്ര പേരുണ്ടെന്ന് കൈപൊക്കിക്കുന്നില്ല. കറക്റ്റ് കൊടുത്തോണം. ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ലോ അനുസരിച്ച്, ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ലോ അല്ല, ന്യൂ ടെസ്റ്റ്മെന്റിലെ ലോ കർത്താവ് പഠിപ്പിച്ചതാ ഞാൻ പറഞ്ഞത്. നമുക്ക് അല്പസമയം ചിന്തിക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്താം. സ്വത്രം, നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒന്നുകൂടെ രൂപപ്പെടുത്താം. സിസ്റ്റമാറ്റിക്കായ ഒരു ലൈഫ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തു ഇരുമ്പുകോൽ കൊണ്ട് വാഴുവാൻ വരുന്നു. അന്ന് 3 ഗ്രൂപ്പ് വേറെ ഉണ്ടായിരിക്കും. 1 കർത്താവിന്റെ സഭ, 2 144,000 യഹൂദന്മാര്, 3 രക്തസാക്ഷികളായി തീർന്ന എണ്ണിക്കൂടാത്ത മഹാപുരുഷാരം. ഇവരെല്ലാവരും ഇവിടെ ചേരുമ്പോൾ യെരൂശലേം കേന്ദ്രമാക്കി ദൈവാധിപത്യ ഭരണം. ഹല്ലേലൂയ, the great millennial kingdom. Praise the Lord. ദൈവമക്കളെ, 1000 കൊല്ലം വാഴുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഈ ഭൂമി ചുട്ടുകളയും. ചുട്ടുകഴിഞ്ഞിട്ട് വെള്ളസിംഹാസനത്തിൽ ദുഷ്ടനെ വിസ്തരിച്ച് വിധിച്ചിട്ട് തീക്കകത്തേക്ക് തള്ളിയ ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു. സ്തോത്രം. പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നുകൊണ്ടിരിക്കുമ്പോൾ 22-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ആ പട്ടണത്തിൽ പ്രകാശിക്കുന്നത് സൂര്യന്റെ വെളിച്ചമല്ല, ചന്ദ്രന്റെ വെളിച്ചമല്ല, കുഞ്ഞാടതിന്റെ വിളക്കായിരിക്കും. ഹല്ലേലൂയ. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഉണ്ടായിരിക്കും. അവരെന്നേക്കും. ഒന്ന് പറഞ്ഞേട്ടെ. അയ്യോ, ഈ രാജാക്കന്മാരല്ല ഇങ്ങനെ പേടിച്ചിരിക്കുന്നത് എന്താ? അവരെന്നേക്കും രാജാക്കന്മാരായിരിക്കുമെന്ന്. സ്തോത്രം. ഇത്രയും കാര്യമാണ് പുത്രന്റെ മെസ്സേജിനകത്ത് ഇങ്ങോട്ട് കിട്ടിയത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട് ഈ പുത്രനെ കുറിച്ച് സംസാരിക്കുന്നത് ഹോളി ട്രിനിറ്റിയിലെ 3ാമത്തെ പേഴ്സണാലിറ്റി ഹോളി സ്പിരിറ്റ് ആണ്. ആകയാൽ രാജാക്കന്മാരെ, ഒന്ന് വായിച്ചേ, രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ, പിന്നെ ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിറയലോട് ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ, അത് പരിശുദ്ധാത്മാവാണ് എന്റെ കർത്താവിനെ കുറിച്ച് ഏറ്റവും നല്ല സാക്ഷ്യം പറയുന്നത്, അല്ലേ? ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും, അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും, എനിക്കുള്ളതിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് തരും. സ്വന്തം ആത്മശക്തി പ്രാപിച്ചവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, എന്തിനാ നമ്മൾ ആത്മശക്തി പ്രാപിക്കുന്നത്? കർത്താവ് ഒരു ദിവസം എനിക്ക് കാണിച്ചു തന്നു. ഞാന് ഗ്രീസിന്റെ തലസ്ഥാനമായ അഥേനയിൽ നിന്ന് ഈജിപ്തിന്റെ തലസ്ഥാനമായ ഖൈറോയിലേക്ക് 63 ഒരു പ്ലെയിനിൽ പോകുമ്പോൾ ദൈവനോട് പറഞ്ഞു, മകനെ ഇടത്ത് വശത്തോട്ട് നോക്കാൻ പറഞ്ഞു. ഇടത്ത് അഖായ ഉൾക്കടൽ കിടക്കുകയാ, അവിടേക്ക് നോക്കാം. നോക്കിയപ്പോൾ പത്മോസ് ദ്വീപ് അവിടെ കിടക്കുന്നു. സ്തോത്രം. ഞാൻ പ്രൈസലോട് പറഞ്ഞു, യോഹന്നാൻ ജയിലിൽ കിടന്ന സ്ഥലമാ, ഞാൻ അതിന്റെ മണ്ടയ്ക്കൂടെ പറന്നു പോവുക. എന്റെ ദൈവമേ, എന്നെ ഒന്നും കൊള്ളുകയില്ല, നിന്റെ മകൻ ഇവിടെ കിടന്നുകൊണ്ടായി ദർശനം കണ്ടല്ലോ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അവിടെ കിടന്നുകൊണ്ട് ദർശനം കാണാൻ തുടങ്ങി. യോഹന്നാന് 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ മഹാദർശനം. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട്ടിന് സദൃശമായ, ദൈവമക്കളൊന്ന് പറഞ്ഞാട്ടെ, വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവനായി, അഗ്നിജ്വാലക്കൊത്ത് കണ്ണുള്ളവനായി, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവനായി,
സ്തോത്രം. രണ്ടാമത്തത് 2-3 അധ്യായമാണ് നീ കണ്ടത്. ഇപ്പോൾ ഉള്ളത് 1-ാം അധ്യായം 18-19 വാക്യത്തിൽ ഇപ്പോഴുള്ളത് ചർച്ച് ഏജ് ആണ്. അത് കാണിച്ചു, 7 സഭകളെ കാണിച്ചു. ഇത് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞു. ഇനി മേലാൽ 4-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഒന്ന് വായിച്ചേ, അതോടുകൂടി ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാം. 4-ാം അധ്യായം 1-ാം വാക്യം, വെളിപ്പാട് 4:1. I saw a door open in heaven. എന്നോട് എന്തോ ശബ്ദം പോലെ ഇന്ന് രാത്രി കാഹളം ധ്വനിക്കാറായെന്നൊന്ന് ഓർത്തേ. സ്തോത്രം. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ടോ. ഹല്ലേലൂയ. എങ്ങനെയാ അത്? ഇത്രയും ശബ്ദം മതിയോ? കാഹളനാദം പോലെ. അത് തമിഴിൽ എപ്പോഴും തെരിയുമാ? ആരവാരത്തോടെ. ഓ എന്റെ തമ്പുരാന്, ആരവാരത്തോടെ ഇങ്ങേ ഏറിവാ. എങ്ങനെയാ ഒന്ന് പറഞ്ഞേ. അയ്യോ, തമിഴുകാരും ഈ കൂട്ടത്തില്. നിങ്ങ കൊഞ്ചം തെരിയും, എനക്ക് കൊഞ്ചം തെരിയും. ഓക്കെ, ഇവിടെ കയറി. ഇംഗ്ലീഷിലൊന്ന് പറയാമോ? ഇപ്പോഴത്തെ മലയാളത്തിൽ ഇംഗ്ലീഷിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒന്നും ഒരു രസവുമില്ല. ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ബൈബിൾ ഒന്നും എനിക്കിഷ്ടമില്ല. ഞാനൊരു കൺസർവേറ്റീവ് തിയോളജിയനാണ്. യാഥാസ്ഥിതിക ദൈവശാസ്ത്രം വിശ്വസിക്കുന്ന ആളാ. കം അപ്പ് ഹിയർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് ശക്തിയില്ല. കിങ് ജെയിംസ് വേർഷനിൽ കൊടുത്തിരിക്കുന്ന കം അപ്പ് ഹിതർ. ഒന്ന് പറഞ്ഞേ, കം അപ്പ് ഹിതർ. ഇവിടെ കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അടുത്തത് എല്ലാ സൺഡേ ആഴ്ചപ്പെട്ടതിൽ 1-ാം നാള് ഉറക്കം തെളിഞ്ഞ ഉടനെ ആത്മാവിലാകും. ആഴ്ചപ്പെട്ടതിൽ 1-ാം നാൾ ഞാൻ എന്തായി? ആത്മാ വിവേശനായി. സ്വത്രം. പരവേശം വന്ന് ഇപ്പോഴത്തെ വീഴ്ച അല്ലത്. ഇപ്പോഴത്തെ വീഴ്ച പരവേശം വന്ന് വീഴുക, തള്ളിയിടുകയൊക്കെ, ഞെക്കിക്കൊല്ലുക, വെറുതെ ചുമ്മാ കുറെ മെനക്കെട്ടത്. ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറെ എണ്ണം കിടന്ന് കളി. ഞാൻ അവരോട് പറഞ്ഞു, സ്റ്റോപ്പ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞു ഞാൻ അവരോട്. ഓക്കെ, യേശുക്രിസ്തുവിന്റെ മാർഗത്തിന്റെ വില കളയ്ക്കുന്ന ഒരു കൾട്ടിനും കൈ കൊടുത്തേക്കരുത്, ഒരുത്തരും സമ്മതിക്കരുത്. സ്വത്രം. എന്നെ നടത്തുന്ന ദൈവാത്മാവാണ്. സ്വത്രം. ഹല്ലേലൂയ. ഇവിടെ കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് ഉടനെ ഞാൻ. ദൈവമക്കളെ, ആത്മാവിലാകുന്നത് എങ്ങനെയാണെന്ന് പിടികിട്ടിട്ടുണ്ടോ? സ്വോത്ര സ്വോത്ര സ്വോത്രം. ഉടനെ ഞാൻ ആത്മവിവശനായി. ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആത്മാവിലായപ്പോൾ യോഹന്നാൻ എവിടെത്തി? എന്റെ ദൈവമേ, അതിനാ നിങ്ങളെ ശക്തീകരിച്ചിരിക്കുന്നത്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാര് ഇടറി വീഴും. യഹോവയെ അവർ കഴുകന്മാരെ പോലെ ഒന്ന് കൈയെടുത്തൊന്ന് കാണിച്ച്, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുന്ന ദിവസം വരുമോ? ഹല്ലേലൂയ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോയിരിപ്പാൻ. ഇന്ന് രാത്രി നമ്മളെല്ലാവരും ക്രൂശിൽ കിടക്കുന്നവനെ ഒന്ന് ചുമ്മിച്ചാട്ട്. എല്ലാവരും അങ്ങോട്ടൊന്ന് നോക്കിയാട്ടെ, മേലോട്ട് നോക്കി. ക്രൂശിൽ കിടക്കുന്ന തമ്പുരാന്റെ കാലുകളെ ചുമ്മിച്ചാട്ട്, അവന്റെ വിലാപ്പുറത്ത് ചുമ്മിച്ചാട്ട്. ദൈവം നമ്മോട് കോപിച്ച് നാം വഴിയിൽ നശിക്കാതിരിപ്പാൻ ഒറ്റ ഒരു മാർഗം, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട വേറെ നാമമില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ കഷ്ടത തീരാറായി, നിങ്ങളുടെ ബുദ്ധിമുട്ട്, എന്റെ ബുദ്ധിമുട്ട് തീരാറായി. ഞാൻ എന്റെ വൈഫിനോട് പലപ്പോഴും പറയും, ഒരു ചെറിയ പുഞ്ചിരി ചിരിക്കും. അപ്പോഴ് ഞാൻ പലപ്പോഴും പറയും, എനിക്ക് അകത്ത് തീയാ സഹോദരങ്ങളെ, എന്റെ ദൈവം നിർത്തോടല്ലേ ഞാൻ ചത്തുപോയനെ. അയ്യോ, എഴുന്നേറ്റിരിക്കുമ്പോഴത്തെ ബുദ്ധിമുട്ട് കണ്ടാൽ നമ്മൾ വിഷമിച്ചു. എന്റെ മോനെ ഞാൻ സമ്മതിച്ചിരിക്കുക, എന്റെ മോനെ കൂടെ നിന്ന് അമ്മയ്ക്കെല്ലാം ചെയ്തു കൊടുക്കുക. ഞാനൊരു ദിവസം പറഞ്ഞു, ഹോം നേഴ്സ് ഉണ്ട്, ശുശ്രൂഷയ്ക്ക് ആളുണ്ട്, പക്ഷെ എന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങൾ അതിനകത്ത് വന്നെങ്കിലേ അറിയുള്ളൂ. ഞാനൊരു ദിവസം പറഞ്ഞു, നീ ഒന്നും വിഷമിക്കണ്ട, കാഹള ഊതാറായി. സ്തോത്രം. കാഹള ഊതി കഴിയുമ്പോൾ
നഷ്ടപ്പെട്ട വലത്ത് കാല് ആദ്യം ഇവിടെ വന്ന് ചേരും. സ്വത്രം ഒന്നിച്ചായിരിക്കും മേലോട്ട് പോകുന്നത്. അല്ലേ? കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ, എന്നു ചേരുമോ? കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നു ചേരുമോ? രാജപുരോഹിതരായവരവിടെ രാജപുരോഹിതരായവരവിടെ നീതിயின் സൂര്യൻ ഉദിക്കുമേ വേഗത്തിൽ. അല്ലൽ മാറുമേ, അല്ലൽ മാറുമേ. മധ്യമദേഹം അമധ്യമായിടുമേ ദിവ്യശക്തിയാൽ. മധ്യമദേഹം എല്ലാവരും ചേർന്ന് പഠിക്കട്ടെ. നവയെരൂശലേം പാർപ്പിടം തന്നിൽ വാസമോർക്കുമ്പോ, വാസമോർക്കുമ്പോ ആനന്ദം കൊണ്ടു നിറയുന്ന മനസ്സെ മോദം വേറുന്നേ. ആനന്ദം എന്റെ സമാധാനത്തിന് ഞാൻ പാടിയെന്നേ ഉള്ളൂ. നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പറയണം. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ. ഇന്ന് രാത്രി നമുക്ക് പുത്രനെ ചുംബിച്ചുകൊണ്ട് നമ്മുടെ മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. Kiss the Son, kiss the Son, kiss the Son. Love the Father, respect the Holy Spirit, kiss the Son. ഇന്ന് രാത്രി നമുക്ക് പുത്രനെ ചുംബിച്ചുകൊണ്ട് ഈ യോഗം ക്ലോസ് ചെയ്യാം. ഈ യോഗത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസന്മാർക്ക് പ്രത്യേകം പാസ്റ്റർ അലക്സ് തുടങ്ങിയുള്ള എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ഈ യോഗത്തിൽ കഷ്ടപ്പെട്ട അകലെന്ന് വന്ന എല്ലാ സ്നേഹിതരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ ഈ പരുക്കൻ സ്വരം കേട്ട് ഇത്രയും നേരം ഇരുന്നതിൽ പ്രത്യേക നന്ദിയുണ്ട്. ഈ മനോഹരമായ ഗീതങ്ങൾ പാടിയ സഹോദരങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ യോഗത്തിന് വന്നതിന്റെ പ്രധാന ഭാഗം എന്താ? എന്തിനു വേണ്ടിയാ വന്നത്? എന്ത് കിട്ടി? രക്ഷിക്കപ്പെടാത്ത എത്ര പേരിന്ന് രാത്രി ഇത് കേട്ടു? നീ രക്ഷിക്കപ്പെട്ടോ? മറ്റൊരുത്തലിന്റെ രക്ഷയില്ലെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. യു ഹാവ് ടു അക്സെപ്റ്റ് ദ സാൽവേഷൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. കർത്താവിന്റെ കൽപ്പനകൾ നീ അനുസരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നീ അത് ചെയ്യണം. നീ ഇതുവരെയും ആത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നീ അത് പ്രാപിക്കണം. വേർപെട്ടിട്ടില്ലെങ്കിൽ വേർപാട് ജീവിതത്തിലെത്തണം. അതിന് മറ്റൊന്നും നോക്കിക്കൊണ്ട് കാര്യമില്ല. വേർപെടാത്ത ഒരൊറ്റ വ്യക്തിയോടെ കാണുകയില്ല. സ്വത്രം. ഞാൻ മുമ്പേ ഒരു ഉപദേശം പറഞ്ഞതിന്റെ കട്ടി മനസ്സിലായെന്ന് തോന്നുന്നില്ല കേട്ടോ. അവരുടെ നീതിയെ accept your righteousness shall exceed the righteousness of the scribes and of the Pharisees. Ye shall in no case. സ്വത്രം. അശുദ്ധമായതൊന്നും അവിടെ കടക്കയില്ല. സ്വത്രം. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, വ്യഭിചാരികൾ, വിഗ്രഹാരാധികൾ എന്നിവർക്കും ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും പൊയ്യുകയാണ്. ഇന്ന് രാത്രി എല്ലാവർക്കും നിത്യസ്വർഗം ലഭിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നിയവരുടെ കൈയൊന്ന് ഉയർത്തിക്കാട്ടെ. എത്രയോ ആളുകൾ കൈ ഉയർത്തിയിരിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. This is indeed a great privilege to be here to preach the simple gospel message. ഇതിനകത്തൊന്നും തിയോളജി വന്നില്ല. ഗോസ്പൽ മെസ്സേജ് ആണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ കാണിച്ച സ്നേഹാദരങ്ങൾക്ക് നന്ദി. എല്ലാവർക്കും വേണ്ടി ഇൻഡിവിജ്വലായി പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒന്നിച്ച് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. പ്രാർത്ഥിച്ച ശേഷം ഇത് സഭയെ പിരിച്ചു വിടുമ്പോൾ അത്യാവശ്യം പ്രാർത്ഥിക്കേണ്ടവർ മുൻപോട്ട് വന്നാൽ മതി. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിലെ യോഗം ക്രമീകരിച്ചു തന്ന നിന്റെ ദാസന്മാരെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ഇതിനെ സംബന്ധിച്ച് എല്ലാവരും അനുഗ്രഹിക്കണമേ. തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പ്രാർത്ഥനയ്ക്ക് റിക്വസ്റ്റ് ചെയ്ത കൈകളെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ പിടിച്ചേൽപ്പിക്കുന്നു. അവിടുന്ന് തൊട്ട് അനുഗ്രഹിച്ചയക്കണമേ.
വലിയ അനുഗ്രഹത്തോട് നിന്റെ മക്കളെ അയക്കണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിത്യതയിൽ വെച്ച് കാണുവാൻ സഹായിക്കണമേ. ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ കണ്ണുനീര് തീരുവാൻ ദിവസം അടുത്തത് കൊണ്ട് സ്തോത്രം. വരവിന്റെ പ്രതീക്ഷയോടെ ഞങ്ങളെ അയക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഈ നിൽപ്പിൽ നമുക്ക് കർത്താവുതൻ ഗംഭീരനാഥ ഒന്നുകൂടെ പാടണമെങ്കിലേ അതിന് സുഖം വരുള്ളൂ. അത് പാടിയിട്ടൊക്കെ അവസാനിപ്പിക്കാം. എല്ലാവരും ഒന്ന് കൂടിക്കാട്ടെ. സ്തോത്രം. എല്ലാവരും കൈയടിച്ച് പുസ്തകം താഴെ വെച്ചേ. പഠിക്കൂ. ഓക്കെ. ഗംഭീരനാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും കർത്താവ്